സ്മോക്കിംഗ് ഈസ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത്. സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. പുകവലി അർബുദത്തിന് കാരണമാകുന്നു. ഞാൻ ചിലപ്പോൾ ചിന്തിക്കും, ഈ സിഗരറ്റും ബീഡിയും വലിച്ചാൽ പരിണാമം എന്തായിരിക്കും? ഇതുമൂലം എനിക്ക് സ്ട്രോക്ക് ഉണ്ടാകുമോ? അങ്ങനെ സ്വന്തം കുടുംബത്തിന് ഭാരമാകുമോ? ഇതുമൂലം എനിക്ക് ലങ് ക്യാൻസർ ഉണ്ടാകുമോ? ഇതെന്നെ മൗത്ത് ക്യാൻസർ, ഹൃദ്രോഗം, എംഫിസീമ എന്നിവയ്ക്ക് അരികിൽ എത്തിക്കുമോ? അടുത്ത തവണ നിങ്ങൾ സിഗരറ്റോ ബീഡിയോ വലിക്കും മുൻപ് സ്വയം ചോദിക്കൂ, ഈ സിഗരറ്റും ബീഡിയും വലിക്കുന്നതിന്റെ പരിണാമം എന്താകും? ഇന്ന് തന്നെ പുകയില ഉപേക്ഷിക്കൂ. സഹായത്തിനായി 1800-112356 കോൾ ചെയ്യൂ, അല്ലെങ്കിൽ 011229011701 മിസ് കോൾ ചെയ്യൂ. കാലിണക്ക് 3 കിട്ടി. 1 കൂടെ ഞാൻ അവനോട് ചോദിച്ചതാ, അവൻ തന്നില്ല. അതും കൂടെ കിട്ടിയിരുന്നെങ്കി എന്റെ മോന് കൊടുക്കായിരുന്നു. 1, 2 ഇതാ നിനക്ക്. എന്താടി മോന് 2 മോൾക്കൊന്നും? മോനെ പോലെയാണ് ഇവള്. പെണ്ണല്ലേ, 1 തിന്നാതി. എനിക്ക് അടുപ്പത്തിലൊരു ചായ എടുക്ക്. കുട്ടാ, ആ പത്രം തന്നെ. തുല്യത സ്ത്രീകളുടെ ജന്മാവകാശം. പ്രധാനമന്ത്രി ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശ പട്ടികയിലെ ആദ്യ ഇനമായ സമത്വത്തിനുള്ള അവകാശത്തിന് കീഴിൽ സ്ത്രീകൾക്ക് നിയമത്തിനു മുമ്പിൽ സമത്വവും തുല്യമായ നിയമസംരക്ഷണവും ഉറപ്പുവരുത്തുന്നു. സ്ത്രീയും പുരുഷനും തമ്മിലുള്ള സമന്വയത്തിലാണ് പ്രപഞ്ചം നിലനിൽക്കുന്നത്. സ്ത്രീയും പുരുഷനും പരസ്പരം പോരാടേണ്ട ശത്രുക്കളല്ല, ഇവരുടെ സഹവർത്തിത്വത്തിലൂടെയാണ് വിശ്വമാനവികത ശക്തിപ്പെടേണ്ടത് എന്ന് പ്രധാനമന്ത്രി. നടന്നതല്ലേ നടന്നതല്ലേ. നിന്റെ കൈക്ക് ഇത് എന്തിനു പറ്റിയതടി? അത് സുധാകരന്റെ വേലയാ. അവ ഇപ്പൊ എപ്പോഴും ഉപദ്രവിക്കും. നിനക്ക് അമ്മയോട് പറഞ്ഞൂടെ? അമ്മയോട് ഒരിക്കൽ പറഞ്ഞ് അമ്മ എന്നെ പിടിച്ചടിച്ചു, പിന്നെ ഞാൻ പറയാറില്ല. ഇന്നലെ ഞാൻ കുളിക്കാൻ ചെന്നപ്പോഴേ കടവിലേക്ക് അവൻ ഒളിഞ്ഞു നോക്കണം ഞാൻ കണ്ട്. ആര്? നിന്റെ ഉടപ്പറഞ്ഞ സുധാകരൻ. ഞാൻ അമ്മയോട് പറഞ്ഞു. എന്നിട്ട് അമ്മ പറഞ്ഞ് അങ്ങോട്ട് നോക്കണ്ടെന്നും ആരോടും പറയണ്ടെന്നും.
അയ്യോ ഇത് അവിടെ ആരോ നിക്കണേ. എത്രയാ? 150. കിഴക്കേക്കോട്ടയിൽ നിന്ന് ഇവിടെ വരെ വരുന്നതിന് 150. അതെ, ഇത് 142 ഉള്ളൂ. എന്തോന്ന് മാമ ഇത്? ആ, ഞാനിവിടെ എത്തി കേട്ടോ. അച്ഛനവിടെ എത്തിയോ? ആ ടോക്കൺ എടുത്തു. ഓക്കെ അല്ലേ? എല്ലാം ഓക്കെ, പക്ഷെ കുറച്ച് തിരക്കുണ്ടുണ്ട്. ഓക്കെ, ഞാൻ കുറച്ച് തിരക്കിലാണ്. ഒരു പ്രൊഡ്യൂസറായിട്ട് ഒരു മീറ്റിംഗ് ഉണ്ട്. നറേറ്റ് ചെയ്യാൻ പോണേ. എന്താ കഥ പറയാനാ? കഥ പറയാം. കുഴപ്പമില്ല, നിന്റെ കാര്യം നടക്കട്ടെ. വിളിച്ചാ മതി. ഓക്കെ, ഞാൻ ഓടി വരാം. ഓക്കെ അച്ഛാ. ഓക്കെ. ഓക്കെ. ഇവിടെ കിട്ടത്തില്ല. പോന്ന വഴിക്ക് അമ്മ ഇത് മേടിച്ചു തരാം. അതുവരെ നീ ഒന്നും മിണ്ടാതിരിക്കും. ഞാനിവിടെ എത്തി. ചേട്ടൻ ടെൻഷൻ ആവണ്ട, ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടാ വന്നേ. ആ മോള് പോയി. ഓക്കെ, ഇവിടെ നല്ല തിരക്കാ ചേട്ടാ. ടോക്കൺ 35. ശരി. ഇവര് ഈ പറയുന്നതൊക്കെ ഒക്കെ ചുമ്മയാ. മോളെ ഞാൻ വിളിച്ചോളാം ചേട്ടാ, അതിന് മുന്നേ എത്തൂ. ശരി, ഓക്കെ. പിന്നെ അവരുടെ ആ കാര്യം കൂടി ചെയ്യാൻ പറ്റില്ലെങ്കിൽ വിട്ടേക്കാൻ പറ. നമുക്ക് ചെയ്യാം. നിങ്ങളുടെ കാഴ്ചയിൽ പുക മൂടിയിരിക്കുന്നത് പോലെ തോന്നാൻ കാരണം തിമിരമാണ്. നമ്മുടെ കണ്ണിന്റെ ലെൻസിൽ ഒരു മേഘപടലം പോലെ വരുന്ന ഒരു രോഗമാണത്. നിങ്ങൾ താടി ദാ ഇവിടെ മുട്ടിച്ചു വെച്ചേ. ഇടത്തോട്ട്, മുകളിലേക്ക്, നേരെ നോക്കിയേ. സ്കാൻ ചെയ്ത് നോക്കി പിറകിലത്തെ ഞരമ്പിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം ചെയ്യാൻ. അപ്പോഴേ നമുക്ക് റിസൾട്ട് കിട്ടുമോ എന്നറിയുള്ളൂ. നിങ്ങളുടെ കണ്ണിന്റെ അപ്പുറത്തേക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ല. ഈ അവസ്ഥയിൽ OCT ചെയ്താലും വലിയ ഗുണമുണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഇടത് കണ്ണിന് ചെയ്യുന്നത് റിസ്ക്കാണ്. വലത്തെ കണ്ണിന് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. പക്ഷേ ഇപ്പം നേരെ കാണുന്നത് ആ കണ്ണുകൊണ്ട് മാത്രമായതുകൊണ്ട് അത് അങ്ങനെ തന്നെ വിടുന്നതാവും നല്ലത്. ഞങ്ങളിതിവിടെ ചെയ്യും. പക്ഷേ നിങ്ങൾക്ക് കാഴ്ച കിട്ടുന്നത് നിങ്ങളുടെ ഞരമ്പിന്റെ ശക്തി പോലെ ഇരിക്കും. വലത്തെ കണ്ണ് തൊടണ്ട, ഇടത് കണ്ണ് ചെയ്യാം. അല്ല, ഇതിവിടെ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് സാർ? ലെൻസിന്റെ കാര്യമാണെങ്കിൽ 16,500 മുതൽ മേൽപോട്ടുണ്ട്. ഇൻഷുറൻസ് എന്തെങ്കിലും ഉണ്ടോ? ഗവൺമെന്റിന്റെ ഒരു ആരോഗ്യ കാർഡുണ്ട്. ഇതിവിടെ എടുക്കില്ല. ഇതിന്റെ കൂടെയുള്ള ബുക്കിൽ ഇതെടുക്കുന്ന ആശുപത്രികളുടെ ലിസ്റ്റുണ്ട്. അവിടെ ചെന്നാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. എത്രയായി? കൺസൾട്ടേഷനും സ്കാനിങ്ങും കൂടി 1250. ഇനിയിപ്പോ ഓപ്പറേഷന്റെ മറ്റു ചെലവുകളൊക്കെ ഈ കാർഡിൽ നിന്ന് എടുക്കാമല്ലോ. കൃഷ്ണ, ഈ കാർഡ് നോക്കിയേ. പിന്നെ സാറേ, ഇവിടെ ഈ കാർഡ് ചെയ്യുമ്പോൾ മൊത്തം 5000 രൂപയുടെ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റും. അതിൽ ഓപ്പറേഷന് മുന്നേ ഉള്ള ബ്ലഡ് ടെസ്റ്റെല്ലാം ഉണ്ട്. പക്ഷേ ഞങ്ങൾ തരുന്ന ഡേറ്റിൽ ഷുഗറോ പ്രഷറോ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡേറ്റ് പിന്നെ നീട്ടിത്തരും. അപ്പോൾ ഈ ടെസ്റ്റൊക്കെ പിന്നെ എടുക്കണം. അതിന് പൈസ നിങ്ങൾ ചിലവാക്കണം. ഇതൊക്കെ ഓക്കെ ആണെങ്കിൽ ആരോഗ്യ കാർഡ് ചെയ്യാം. പിന്നെ 5000 രൂപയുടെ ഓപ്പറേഷൻ ആയതുകൊണ്ട് മുറിവ് ഇത്തിരി വലുതായിരിക്കും. ഷുഗർ അത്രയ്ക്ക് പ്രശ്നമാണോ? ആണ്. കാഴ്ച തിരിച്ചു കിട്ടുന്നത് ഷുഗറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പക്ഷേ നമ്മുടെ ഇതിലാണ് ചെയ്യുന്നതെങ്കിൽ പ്രശ്നമില്ല. സ്റ്റാർട്ടിങ് ഒരു 20,000 രൂപയാവും.
അപ്പൊ 20,000 രൂപ തന്നാൽ കാഴ്ച ഷുഗറിനെ ഡിപ്പെൻഡ് ചെയ്യൂലല്ലേ? അച്ഛാ അച്ഛാ ആ, ഇങ്ങ് വന്നേ. വെറുതെ കയ്യിലിരുന്ന് 1500 രൂപയും പോയി മനുഷ്യനെ പറ്റിക്കാൻ. അതെ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയാനേ ഇവിടെ വല്ല ആണുങ്ങളെ നിർത്താൻ പറ. നിങ്ങളുടെ മുതലാളി, നിങ്ങൾക്കൊന്നും സംസാരിക്കാൻ അറിയില്ലെന്നേ. മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് ഒരു നമ്പരുമായിട്ട് നയിക്കും. അച്ഛാ ആ, അച്ഛൻ അവരെന്താ പറഞ്ഞെന്ന് മനസ്സിലായോ? എന്താ? ഈ ആരോഗ്യ കാർഡ് കൊണ്ടേ ഭാഗ്യം ഉണ്ടെങ്കിൽ വലിയ ചെലവില്ലാണ്ട് ഓപ്പറേഷൻ നടത്താന്ന്. ആ, അച്ഛന് ശരിക്കും അപ്പൊ ഇടത്തേക്കണ്ട വെച്ചൊന്ന് കണ്ടൂടാ? ഇടത്തെ കണ്ണിന്റെ മൂലക്കൂടെ കുറച്ച് കാണാറാ. ഇത് വെച്ചാ എങ്ങനെയാ ഇതെല്ലാം ചെയ്യണം? ആ, അല്ലാതെന്താ മാർഗം? അതെനിക്കിട്ട് ഒരെണ്ണം വെച്ചതാണല്ലോ അച്ഛാ. ഓടാ. ആ അവിയലിങ്ങെടുത്തേ. മോളെ ആ പാത്രം ഇങ്ങെടുത്തേ. നീ കൊണ്ടുപോടി. ഓ കുറച്ച് 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 കുറച്ചും കൂടെ കുറച്ചും കൂടെ മുറിക്കാൻ കേട്ടോ. മതി മതി മതി. നീരിക്കേ. ഹലോ, വല്ലതും വേണോ? ആ, പറ രാധാകൃഷ്ണ. ആ, മുളക് 2, മല്ലി 5, സാമ്പാറ്, ചിക്കൻ മസാല. ഇത്രയും മതിയോ? വേറൊന്നും വേണ്ട? ആ, ഞാൻ കൊണ്ടുവന്നോളാം. അതൊക്കെ ഇടയ്ക്ക് എനിക്കത് പോയിട്ട് കാര്യങ്ങളുണ്ട്. അവിടെ എന്താ വേണ്ടത്? മുളക് പൊടി ഒന്നും പറയില്ല. വേണം മതിയോ ചേട്ടാ? ആളെ മെനക്കെടുത്താൽ ബുക്കിംഗ് ഇടണേ. വേറെന്താണ്ട്? അവള് വാങ്ങൂല്ല. രാധാകൃഷ്ണൻ വന്നാലൊന്ന് വിളിക്കാൻ പറയണേ. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യാവകാശം എന്നത് ഇന്ത്യയുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന മൗലികാവകാശങ്ങളിൽ ഒന്നാണെങ്കിലും ലിംഗനീതി എന്നത് ഇനിയും സാധ്യമാവാത്ത ലക്ഷ്യമായി തുടരുകയാണ്.
പേരറിയ കടം കേറി കേറി ആർത്തി പൂണ്ട് കേഴുന്നു നരനാരായണൻ പെണ്ണറിയ മണ്ണറിയ വിലയറിയാതെ തിമിരം വീണ ലോകം ഭ്രാന്തലോകം താനേ തന്നെ നാനേ താനേ നാനേ തന്നാനന്ന തന്നാനന്ന താനേ നാനേ. പൈസ ഉണ്ടോ? ഒരു 4000 രൂപ വേണമായിരുന്നു. ഞാൻ എവിടെ നിന്ന് തരാനാ? ഉള്ള EMI അടച്ച കയ്യിലുള്ളതെല്ലാം തീർന്നു. അങ്ങനെ പറഞ്ഞ എങ്ങനെയാ? നാളെ രാജന് കാശ് കൊടുക്കണ്ടേ? ലാസ്റ്റ് ഡേറ്റാ. ഒരു 1500 രൂപയുണ്ട്, വേണമെങ്കിൽ അത് തരാം. അത് വെച്ച് ഞാൻ എന്ത് ചെയ്യാനാ? പക്ഷെ അതൊക്കെ ഇതെല്ലാം ചെയ്യുന്നതിന് മുന്നേ ആലോചിക്കണമായിരുന്നു. അതിന് ഞാൻ എന്തോ ആലോചിക്കണമെന്നാ നീ പറയുന്നത്? ഞാൻ ഈ മേളിൽ മുറിയൊക്കെ കെട്ടിയിട്ടത് നാളെ നിനക്ക് വേണ്ടിയിട്ടാണ്. അത് നീ ആലോചിക്കണമായിരുന്നു. അച്ഛാ, അച്ഛൻ തന്നെയല്ലേ ഇതെല്ലാം ഒപ്പിച്ചു വെച്ചേ? ഈ മുറിയൊക്കെ കിട്ടുന്നതിന് മുന്നേ എന്നോട് ചോദിച്ചായിരുന്നു? ഇല്ലല്ലോ. എടാ, മുറി കെട്ടിയതിനെ കുറിച്ച് ആലോചിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. പിന്നെ നീ ആ പെണ്ണിനെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചപ്പോൾ നീ ആലോചിക്കണമായിരുന്നു. പൈസ എന്തായാലും ഒന്നുമില്ല രാജ, ഞാൻ തരാം. ഒരു അല്പം സാവകാശം കൊടുത്താ അതേ സ്റ്റോക്ക് എല്ലാം വന്ന് കെട്ടിക്കിടക്കുക. സീസൺ അല്ല, ഒന്നും പോകുന്നില്ല രാജ, കച്ചവടം നടക്കുന്നില്ല. കാശ് മേടിക്കാനായിട്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, തരാനാണോ ബുദ്ധിമുട്ട്? കച്ചവടം നടക്കുന്നില്ല. ഒന്ന് ക്ഷമിക്കണം രാജ. അണ്ണനെ ഒന്നും പറയണ്ട, ഞങ്ങൾക്ക് ഈ കാശ് കൊണ്ട് വേറെ കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അച്ഛനില്ലേ മോനെ? ഇല്ല. എവിടെ പോയി? ചാലവരെ സാധനം എടുക്കാൻ പോയി. കുരുമുളക് മാത്രമില്ല, ബാക്കിയെല്ലാം ഉണ്ട്. अरे दादाजी, ये तेरे गर्लफ्रेंड है क्या? അയ്യോ, വണ്ടി അപ്പുറത്താണല്ലോ. എത്ര? 600, 1500. എന്ന് വെച്ചാ ഒരു പ്രാവശ്യത്തേക്കാണെങ്കിൽ 600, ഒരു രാത്രിയാണ് 1500. ഓ, അത് കൂടുതലാ. 300. 600 രൂപയെ കുറഞ്ഞൊരു പരിപാടിയില്ല. വേണ്ടെങ്കിൽ നിങ്ങൾ പോവാൻ പറഞ്ഞു. ഓടിയില്ലേ? നിനക്ക് 300 പോരേടി. താൻ എന്തോടോ പറഞ്ഞത്? എന്റെ മറ്റോളെ പോയി വിളിയടാ. പോ പോ പോ. മൊത്തം 4000 ഉണ്ട്. എന്ത് പറ്റി പെട്ടെന്ന് പൈസയ്ക്കൊരു അത്യാവശ്യം? അത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത അത്യാവശ്യം വന്നു പോയി രാധാകൃഷ്ണ. ആഹാ, ഇന്നാരും വന്നില്ലേ? അതെ, ഒരു 500 രൂപ തരാം. തട്ടി വീഴാതെ സൂക്ഷിച്ചു വാ. ആ, ഇങ്ങോട്ട് പോരെ. കേറി വാ. ഇങ്ങോട്ട് ഇതിലേ വാ. ഇങ്ങോട്ടാ? ആ. ഓ, ഇനിയും കേറിയിട്ട് വേണോ? ആ, കേറി വാ.
ദാ. വിട്, ഞാൻ അഴിച്ചു തരാം. എന്തൊരു ചൂട്. ആ ഫാനൊന്നും ഇടുപിണ്ണേ. അത് പഴയതാ, കറങ്ങത്തില്ല. എടോ, തനിക്ക് ഇത് ആദ്യമേ പറഞ്ഞുകൂടായിരുന്നു. വെറുതെ അത് പൊട്ടിക്കേണ്ടി വന്നു. നാശം പിടിക്കാൻ ഓരോന്ന് ഇറങ്ങിക്കോളൂ. ഇതിലും ഭേദം ആ കറങ്ങാത്ത ഫാനായിരുന്നു. മോശം. കള്ളി എന്റെ കാശിക്ക് താടി. തനിക്ക് എന്തോടെ വേണ്ടേ? ഇവളെന്റെ കാശ് മുഴുവൻ അടിച്ചു മാറ്റി. 4000 രൂപയും കൊണ്ട് വന്നിട്ടേ താൻ എനിക്ക് 500 രൂപ അല്ലോടെ തന്നത്. എച്ചി എങ്ങും കണ്ടുപോരുത്. കണ്ടില്ലേ, നിന്റെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിച്ചോളാം. അവിടെ താൻ പെണ്ണിനെ പറ്റി എന്താടോ വിചാരിച്ചു വെച്ചിരിക്കുന്നേ? കയ്യിൽ കാശും വെച്ചോണ്ട് നക്കപ്പിച്ച തരാൻ തനിക്ക് നാണം ഇല്ലേടോ? താൻ എന്താ ചന്തയിൽ മീൻ വാങ്ങാൻ വന്നതാ? നാണം ഇല്ലാത്തവൻ. ഞാനേ നളിനിയുടെ അവൻ കുട്ടനെ ഇന്ന് കണ്ടായിരുന്നേ. അവനിപ്പം ഹെൽത്തിലാണ്. അവൻ പറയുക ജലാശുപത്രി പോയാ കണ്ണിന്റെ ഓപ്പറേഷൻ നടത്താൻ പറ്റുമെന്ന്. അവന്റെ സെറ്റപ്പ് ആയോണ്ട് എളുപ്പം നടക്കുമായിരിക്കും അല്ലേ? പോകുമ്പോ റാമിനെ കൊടുന്ന് കൂട്ടിക്കോ. ഓ, അവന് നാളെ തിരക്കുണ്ടാവില്ലേ? ചേട്ടൊന്ന് പറഞ്ഞു നോക്ക്. ഇന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് വരണമെന്ന് പറഞ്ഞോണ്ടല്ലേ ഇത്ര നാളെ പുറകെ നടന്ന അപ്പോയിന്റ്മെന്റ് വെച്ചിട്ട്. ഡോക്ടർ ഇതെനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ്. ഡോക്ടറിനെ ചെയ്തു കൊടുക്കണം കേട്ടോ. ശരി, കാണാം. നാളെ വരും കേട്ടോ. ആ ഡോക്ടർ. ശരി ഡോക്ടർ. പിന്നെ നാളെ കാലത്തെ വന്ന് ഇവിടെ ഒരു പുതിയ OP ടിക്കറ്റ് എടുക്കണം. ആ ചേട്ടൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ചേട്ടൻ നാളെ എത്തിയിരിക്കും പക്ക. ചേട്ടൻ പറഞ്ഞേക്ക്. ഓക്കെ ഓക്കെ, പ്രോമിസ്. യെസ്. താങ്ക് യു. സുഖാണോടാ? ഓ, സുഖമായിട്ട് തോന്നുന്നു. എന്താ ചേട്ടാ? എടാ, ഇതേ ഇവര് ഇവിടെ ചെയ്യും, ഞാനെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ പുതിയൊരു OP ടിക്കറ്റ് എടുത്തിട്ട് ഫിറ്റ്നസ് ഒന്ന് കാണിക്കണം. എന്നാൽ മാത്രമേ നാളെ ബാക്കിയുള്ള പ്രൊസീജിയറൊക്കെ നടക്കത്തുള്ളൂ. നാളെ തന്നെ. എന്താടാ, നാളെ നിനക്ക് തിരക്കുണ്ടോ? ഒരു പ്രൊഡ്യൂസർ കഥ പറയാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. നാളെ സാരമില്ല, ഞാൻ മാനേജ് ചെയ്തോളാം. എപ്പോഴാ കഥ കഴിയാന്ന് പോലും പറയാൻ പറ്റിയല്ല. കഥ കഴിക്കണൂന്നും കേൾക്കണ്ടായിട്ടുണ്ട്. ഭക്ഷണം കഴിച്ചാൽ കഥ കഴിക്കാന്നാ കേൾക്കണ്ടായിട്ടുള്ളത്. വന്നു പോയി അതാണ് പോയി. നീ എന്താ ഇവിടെ ചെയ്യുന്നത്? ചേട്ടാ, അതെ, നമുക്കുണ്ടല്ലോ നമ്മുടെ ഈ മൂവിയിൽ ചാക്യാർകൂത്ത് എന്നുള്ളൊരു ആർട്ട് ഫോം ഉപയോഗിക്കാൻ പറ്റിയല്ലേ. പിന്നെ ആകെ മൊത്തം നമ്മുടെ ഒരു സോഷ്യൽ റെലവൻസ് ഉള്ളൊരു സബ്ജക്റ്റും കൂടെ ആണല്ലോ നമ്മുടെ ഈ സ്റ്റോറി. പിന്നെ ഒരു വിദൂഷകന് പണ്ടുകാലം തൊട്ടേ സമൂഹത്തിൽ ആര് വേണമെങ്കിലും ക്രിട്ടിസൈസ് ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം കൂടെ ഉണ്ട്. അപ്പം നമ്മുടെ സിനിമയ്ക്ക് ആപ്റ്റായിട്ടുള്ളൊരു സംഭവമായിരിക്കും അത്. ഇപ്പം എൻ്റെ ഡൗട്ട് നമ്മുടെ പ്രൊഡ്യൂസർക്ക് ഇഷ്ടപ്പെടുമോ അതോ? എടാ, അയാൾ നല്ല കലാമൂല്യമുള്ള ആളാണ്, അയാൾക്ക് ഇഷ്ടപ്പെടും. നീ ധൈര്യമായിട്ടിരി. കണ്ട് ഇപ്പൊ സ്വപ്നത്തിലും ഇപ്പൊ ഇതാ കാണുന്ന എന്തൊരവസ്ഥ.
അപ്പോൾ സാർ നമ്മുടെ ക്ലൈമാക്സിലേക്ക് അടുക്കുന്നു. നമ്മുടെ നായകന് പൈസയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോഴാണ് പുള്ളിയുടെ കൊച്ചിന് അങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റ് സംഭവിക്കുന്നത്. അപ്പോൾ കൊച്ചിനെ ഇങ്ങനത്തെ ഒരു അസുഖമാണെന്ന് അറിയുന്ന ഉടനെ തന്നെ പുള്ളിക്കാരൻ അറിയുന്ന ഡോക്ടേഴ്സിനെയും ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനെയൊക്കെ ഇങ്ങനെ വിളിച്ച് ചോദിക്കും. പുള്ളിക്കാരൻ റീസേർച്ച് ചെയ്യും ഇതിൻ്റെ ഒരു എക്സ്ട്രീം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി. പക്ഷേ പുള്ളിക്കാരൻ്റെ കയ്യിൽ പൈസ ഇല്ല, ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ ഒരു മാർഗവുമില്ല. പുള്ളിയുടെ ഏറ്റവും അടുത്തുള്ള സുഹൃത്തുക്കളുടെ അടുത്തും ഏറ്റവും അടുത്തുള്ള ബന്ധുക്കളുടെ അടുത്തും പുള്ളി ഒരു വഴി തേടി ചെല്ലുകയാണ്. ഈ OP17 അങ്ങോട്ട് പോയിട്ട് വലത്തോട്ട് അവിടെ പലരും പുള്ളിക്ക് പല വഴികൾ പറഞ്ഞു. പക്ഷേ അയാൾ എത്തിപ്പെട്ട എല്ലായിടത്തും തിരക്കും തിക്കും തള്ളും ആകെ മൊത്തം ബഹളമായിരുന്നു. അങ്ങനെ പുള്ളി അവസാനം പുള്ളി ബാങ്കിൽ പോയി ചോദിക്കുകയാണ്. ബാങ്കിൽ പോയി ചോദിക്കുമ്പോഴും അവർ തയ്യാറാവുന്നില്ല. പക്ഷെ പുള്ളി ഗിവ് അപ്പ് ചെയ്യുന്നില്ല സാറേ. ഒരു അച്ഛനാണല്ലോ. പുള്ളി ഇങ്ങനെ കഷ്ടപ്പെട്ട് തിക്കും തള്ളൊക്കെ സഹിച്ച് അവസാനം ഒരിടത്ത് എത്തിപ്പെടുന്നു. 62 നോക്കട്ടെ. ആ സാറിന്റെ അടുത്തിരുന്നോ. സാറേ ഇരിക്കേ. ഐ ഓപ്പറേഷന്റെ ഫിറ്റ്നസ് വേണ്ടിയാണോ? പിന്നെ ഈ ടെസ്റ്റ് ഒക്കെ ചെയ്യണേ. വൈകിട്ട് റിസൾട്ട് ഇവിടെ കൊണ്ട് കാണിച്ചോ. എടുത്തിട്ട് ഇവിടെ വന്നാൽ മതി. അവസാനം പൈസ ശരിയായെങ്കിലും പുള്ളിക്ക് ആരോട് എന്ത് ചോദിക്കണം എന്ത് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഏത് വഴിയിലൂടെ പോകണമെന്ന് ചിന്തിച്ച് നിൽക്കവേ നമ്മുടെ നായകൻ ഒരു ഉൾവിളി വരികയാണ് സാർ. ആ ഒരു പോയിന്റിൽ വെച്ച് അയാളൊരു വളരെ എക്സ്ട്രീം ആയിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കുകയാണ്. അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും സൂക്ഷിച്ചു നോക്കിയിട്ട് ഒരു കാലെടുത്ത് വയ്ക്കുകയാണ്. ആ ഡോർ അടയ്ക്കുന്ന ആ ഒരു പോയിന്റിൽ നമ്മൾ കട്ട് ബ്ലാക്ക് ദി എൻഡ്. പിന്നെ അതിനുശേഷം ക്രെഡിറ്റ്സ് റോൾ ചെയ്യണം സാർ. പൊളിച്ച് അടിപൊളിയായിട്ടുണ്ട്. സബ്ജക്റ്റ് ഒക്കെ കൊള്ളാം. അതെ സാർ, ഇത് വളരെ റെയർ ആയിട്ടുള്ള സൈക്കോളജിക്കൽ സബ്ജക്ട്. നല്ല ഫ്രഷ് സാർ. ഫ്രഷ് ആണോ അല്ലേ ഒന്നൊക്കെ ശ്രീശനറിയാം. അത് നിങ്ങൾ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കാം. ഞാനൊരു സിനിമ ചെയ്യുമ്പോൾ അതിന് ചില പ്രത്യേകതകളൊക്കെ ഉണ്ടായിരിക്കണമെന്ന് എനിക്ക് വളരെ നിർബന്ധമാണ്. ഉദാഹരണത്തിന് സംഗീതം മഹാസാഗരമാണ്. അപ്പോൾ ആ സംഗീതം നമ്മുടെ സിനിമയിൽ നിറഞ്ഞു നിൽക്കണം. പ്രത്യേകിച്ച് ശുഭ്രധന്യാസി രാഗം. ശുഭ്രധന്യാസി കേട്ടിട്ടില്ലേ? ശുഭ്രധന്യാസി രാഗത്തിലുള്ള ഗാനങ്ങളായിരിക്കണം നമ്മുടെ സിനിമയിൽ നിറഞ്ഞു നിൽക്കേണ്ടത്. പിന്നെ നമ്മുടെ ഈ കഥയിലെ നായകൻ ജീവിത ലക്ഷ്യമില്ലാതെ സ്വന്തം കടമകൾ മറന്ന് ഈ അവസ്ഥയിലേക്ക് വിധി വലിച്ചെറിഞ്ഞ ഒരു പാവം മനുഷ്യൻ. എ പുവർ മാൻ. അത് ചെയ്യാൻ നമുക്ക് വേണ്ടത് ഒരു ആർട്ടിസ്റ്റാണ്. അതെ സാർ, അത് വർക്കൗട്ട് ചെയ്യാൻ നമുക്ക് ഒരു കുഴപ്പമില്ല. അതിന് ആദ്യം നമ്മൾ ഈ സിനിമ ചെയ്താൽ ഇത് വിൽക്കാൻ പറ്റുന്ന ഒരു നല്ല ആർട്ടിസ്റ്റിനെ കണ്ടുപിടിച്ച് ഈ കഥ പറയണം. എന്നിട്ട് വാ ചെയ്യാം. പക്ഷെ ഒരു പ്രൊഡ്യൂസറിന്റെ ബാക്കിംഗ് ഉണ്ടെന്ന് പറഞ്ഞേ സാറിന്റെ റൂട്ടിൽ കൂടെ അങ്ങ് പോവാണെങ്കിൽ കാര്യങ്ങൾ എളുപ്പത്തിൽ ഫാസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോ നിങ്ങൾക്ക് അതിനുള്ള കോണ്ടാക്ട്സ് ഇല്ല അല്ലേ? എന്ത് ചെയ്യും? ഇതൊന്ന് കാണിക്കണം. അങ്ങോട്ട് പോയാ മതി. അല്ല, എന്നെ കാലത്ത് നോക്കിയത് വേറൊരു സാറായിരുന്നു. നിങ്ങൾ ആദ്യം ഇരിക്കേ, എന്നിട്ട് പെട്ടെന്ന് കാര്യം എന്താന്ന് വെച്ചാ പറ. ഞാനിവിടെ നിന്നോളാം. ഏതെങ്കിലും സാറന്മാര് ഫ്രീ അതെ, ആകുമ്പോ. ഇദ്ദേഹത്തെ രാവിലെ നോക്കിയതാരാ? മാഡം, ദേ ഈ സാറായിരുന്നു. കണ്ടല്ലോ, സമാധാനായില്ലേ? ഇരിക്കേ, ആ പേപ്പർ ഇതാ. ഫിറ്റ്നസിനാണല്ലേ? ഷുഗർ 390 ഉണ്ട്. ഷുഗർ കുറയാതെ ഫിറ്റ്നസ് വരാൻ പറ്റത്തില്ല. ഈ ഷുഗർ ഒന്നും ഒരു കുഴപ്പമില്ല. എനിക്ക് എന്റെ കണ്ണിന്റെ ഓപ്പറേഷൻ നടത്തണം. അത് തന്നെയാണ് ഞാനും പറയുന്നത്. ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ ആദ്യം ഷുഗർ കുറയണം. ഷുഗർ കുറയാതെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. 200 താഴെയെങ്കിലും കുറഞ്ഞിട്ട് വന്നാൽ ഞാൻ ഫിറ്റ്നസ് തരാം. കുഴപ്പമില്ലെന്നേ. ദേ 2 ആഴ്ചക്ക് മുമ്പ് മുറിഞ്ഞതാ. ദേ ഇപ്പൊ കരിഞ്ഞിരിക്കുന്നു. കാണണം. എനിക്കിതൊന്നും കാണണ്ട. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഷുഗർ കുറയാതെ തരാൻ പറ്റത്തില്ല എനിക്ക് ഫിറ്റ്നസ്. നിക്ക് അങ്ങനെ തീരുമാനം എടുക്കാൻ വരട്ടെ. ഇവിടെ വേറെ വല്ല ആൺ ഡോക്ടർമാരുടെയും കൂടെ അഭിപ്രായം എടുക്കുക. നിങ്ങൾക്ക് തെറ്റുപറ്റിയതാകാമല്ലോ. അതെ, തെറ്റൊന്നും പറ്റിയില്ല. ഷുഗർ നോർമൽ ആവാണ്ട് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് തരാൻ പറ്റില്ല. അല്ല, ഒന്നുകൂടെ നോക്കിയിട്ട് പോരെ.
ആദ്യം പുറത്തു പോയി ഷുഗർ കുറച്ചിട്ട് വാ, എന്നിട്ട് തരാം സർട്ടിഫിക്കറ്റ്. ഇയാളെ കൊണ്ട് കൂട്ടിയെ കൂടുന്നു തോന്നില്ലടാ. എടാ അതിന് നമ്മളൊരു ആർട്ടിസ്റ്റിന് ഡേറ്റ് ഒപ്പിച്ചാ പോരെ? അതിന് ഞാൻ തന്നെ പൈസ ഉണ്ടാക്കണ്ടേ? ഇവന്മാര് പ്രൊഡ്യൂസറുമായി സംസാരിക്കുന്ന ഡേറ്റ് അല്ലെന്ന് ചേട്ടൻ അറിയാം. ഞാൻ പറയട്ടെ. പ്രൊഡ്യൂസറാണ് പ്രൊഡ്യൂസർ 10 വെച്ചിട്ട് ഇവര് വലിച്ചുമ്പോൾ മനുഷ്യന്റെ സമയം കളയാണ്ട് ഇറങ്ങിക്കോളൂ വരണം. എന്താ ഉള്ളതല്ലേ? എടാ നീ അത് വിട്, വേറൊരാളുണ്ട്, നമുക്ക് അയാളോട് സംസാരിക്കാം. ബാ വന്ന് വണ്ടി കയറാൻ. സരോജം, ഇതിന് ചൂടില്ലല്ലോ, എങ്ങനെയാ ഇത് കഴിക്കുക? അച്ഛന്റെ കാര്യം എന്താന്ന് വെച്ചാൽ ഒന്ന് നോക്കിയേ. വളരെ അമുഖമാണെന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. അതുകൂടി പറയാനാ ഞാൻ നിയമത്തിന്റെ മുന്നിലെത്തിക്കും. അതൊന്നും എടുക്കല്ലേ, നീ അങ്ങോട്ട് കൊണ്ടുകൊടുത്തു. പെട്ടെന്ന് കീഴടങ്ങുന്നവരായിരുന്നെങ്കിൽ കഴിഞ്ഞ 15 വർഷം ആ പവർ അറിഞ്ഞതുകൊണ്ട് തന്നെ ഞാനും എന്റെ കൂട്ടരും അതിന് മുന്നിൽ കഴിഞ്ഞു. സരോജം, ഞാൻ ഈ തോരൻ ചൂടാക്കി തരാൻ നിന്നോടല്ലേ പറഞ്ഞത്? വേറെ ആരെയെങ്കിലും ചെയ്യാൻ ഏൽപ്പിക്കാൻ നിന്നോട് ഞാൻ പറഞ്ഞോ? ഇല്ലല്ലോ. എനിക്കത് ഇഷ്ടമല്ലെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ. എനിക്ക് താല്പര്യമുള്ളവര് എന്റെ കാര്യങ്ങൾ നോക്കിയാൽ മതി, അല്ലാത്തവരിവിടെ എന്റെ ഒരു കാര്യം നോക്കണ്ട. നീ ആ ചോറെടുത്ത് വല്ല പട്ടിക്ക് വിട്ടു കൊടുക്ക. ഇതുകൊണ്ട് അങ്ങേരുടെ പെങ്ങൾ പോലും ഇയാളോട് മിണ്ടാത്തത്. മോൾ ഇത് കാര്യാക്കണ്ട, ഇത് പോകെ പോകെ നമുക്ക് ശരിയാക്കി എടുക്കാം. എന്താ? അല്ല, ഞാൻ വെറുതെ അങ്ങനെ ഇപ്പൊ വെറുതെ നിക്കണ്ട, എന്തെങ്കിലും വാങ്ങണേ വാങ്ങിട്ട് പോവണ്ട. ഞാനിവിടെ ഇച്ചിരി നേരം നിന്നെന്ന് വെച്ച ആകാശം നോക്കി കണ്ടൊക്കെ സംസാരിച്ചോളണം. നോക്കിയും കണ്ടും ഒക്കെ തന്നെ അടി സംസാരിക്കുന്നത്. നീ എന്തിനിങ്ങനെ കിടന്ന് തിളയ്ക്കണത്? ഞാൻ വേറൊന്നും പറഞ്ഞില്ലല്ലോ. കുറെ നാളുകളായി ഇത് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ, ഒന്ന് തന്നൂടെ? ചേച്ചി ഒരു പാക്കറ്റ് മാവ്. ആ അച്ഛനോടെ ഉണ്ടായിരുന്ന മാവ് വാങ്ങിച്ചോ? പിടി. എന്തിനാ ഒരു കവർ മാവിങ്ങെടുത്ത്. എത്ര നേരമായി ഇവിടെ നോക്കി നിൽക്കുന്നു? പോയിട്ട് ഒരുപാട് ജോലിയുള്ളതാ. ആ വേവാട്ടെ. ബാബുനെ ഞാൻ പിടിക്കണോ? വേണ്ട വേണ്ട, നീ വാ. മോനെ റാമേ, ആ മാമി, നിന്റെ അച്ഛനെ ബാലൻസ് എടുക്കാൻ മറന്നുപോയി. താങ്ക് യു. എന്തിരച്ചത് ഭയങ്കര നന്ദിയുണ്ട്. എന്തായിന്ന് പോയിട്ട്? ഓ, അത് വലിയ ഗുണമൊന്നുമില്ലടാ. അവരവസാനം ഷുഗർ പ്രശ്നമാണെന്ന് പറഞ്ഞു വിട്ടു. അത് ശരിയാക്കിയിട്ട് വരാൻ പറഞ്ഞു. ആ നീ പോയ കാര്യം എന്തായി? സ്ഥിരം കഥ തന്നെ, പ്രത്യേകിച്ചൊന്നുമില്ല. അല്ല, ഷുഗറിന്റെ കാര്യം എന്താ പറഞ്ഞു? അവർ പറഞ്ഞത് പുറത്തെവിടെയെങ്കിലും കൊണ്ടുപോയി കാണിച്ച്, ആരെയും കാണിച്ച് ഷുഗർ 200 താഴെയാക്കി കൊണ്ടിയല്ല. ആ ഡോക്ടർ ഒരു പെണ്ണായതുകൊണ്ടാണ്. ആണായിരുന്നെങ്കിലേ ഇതങ്ങ് ശരിയായി പോയെന്ന്. അച്ഛാ, ഷുഗർ ഒരു പ്രശ്നമാണ്. അതിപ്പോൾ ആണാണേലും പെണ്ണാണേലും അങ്ങനെയൊക്കെ തന്നെയാണ്. പുറത്ത് കാണിക്കാനാണോ പറഞ്ഞത്? ആ, പുറത്ത് കാണിക്കാനാ പറഞ്ഞത്. അതേതായാലും നടക്കൂല. അതെന്താ നടക്കാത്ത? അതെന്താ നടക്കാത്തത് നിനക്ക് അറിഞ്ഞൂടെ? എടാ, ഞാൻ ആ വീടിന്റെ മുകളിൽ മുറിയൊക്കെ കെട്ടിയിട്ട് നിന്നെ ഒരുത്തരെ വിശ്വസിച്ചിട്ടാ. നീ നിന്റെ തൊഴിലിൽ മേളിലേക്ക് വരും, കുറെ കാശുണ്ടാക്കും. ആ പൈസയിൽ ഇതൊക്കെ അടച്ചു തീർക്കാവുന്ന ഞാൻ കരുതിയത്. നിന്റെ തൊഴിൽ നീ മേലെ വന്നതുമില്ല, പൈസ ഉണ്ടാക്കിയതുമില്ല. ഞാൻ മൊത്തം കടത്തിലുമായി. അല്ലെങ്കിൽ ഇതെല്ലാം എപ്പോഴേ ഞാൻ പ്രൈവറ്റിൽ കൊണ്ടുപോയി ചെയ്തേനെ. എനിക്ക് എന്റെ പെൻഷൻ ഇല്ലേ? ഞാൻ പരിശ്രമിക്കുന്നുണ്ടല്ലോ. ആ, പരിശ്രമം മാത്രമല്ലേ ഉള്ളൂ.
അതാ ഞാനും പറഞ്ഞു. എടാ, ഒരാള് ജീവിതത്തിൽ അവന്റെ തൊഴില് മേലെ വരണം, അല്ലെങ്കിൽ ഒരു കല്യാണം കൊണ്ട് സെറ്റിലാകണം. നീ എന്താടാ ചെയ്തത്? തൊഴിലില് നീ മേലെ വന്നതുമില്ല, എന്റെ മൊത്തം കണക്കൂട്ടല് തെറ്റിച്ച് നീ ഒരുത്തി അവിടെ കൊണ്ടിരുത്തിയിട്ടുണ്ടല്ലോ. എടാ, ഒരു പെണ്ണ് വീട്ടിൽ കയറി വരുമ്പോ അവിടെ അല്പം കാശുണ്ടാകണം. അത് സ്വർണമായിട്ടായാലും മതി. പക്ഷെ നിന്റെ പെണ്ണ് എന്താടാ കൊണ്ടുവന്നത്? ഇതൊരു ധർമ്മ കല്യാണമായിരുന്നല്ലോ. നീ അവിടെ തന്തയ്ക്കും തള്ളയ്ക്കും എല്ലാം എളുപ്പമാക്കി കൊടുത്തു. എടാ, അവരെന്നോട് വാക്ക് പറഞ്ഞ 15 പവന്റെ സ്വർണം പോലും ആ പെണ്ണിന്റെ ഇല്ല. ഈ ഒരു വകയുമില്ലാത്ത നീ എന്റെ കണ്ണിന്റെ കാര്യം ശരിയാക്കൂ. ഒന്ന് പോടാ. അച്ഛാ, അച്ഛന്റെ ഷുഗർ കുറയ്ക്കുന്നതിന്റെ ചെലവ് ഞാൻ നോക്കിയോളാം. അതുപോലെ സാറേ, അപ്പൊ എങ്ങനെയാണ് എന്റെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാ ചെയ്യാനുള്ളത്? നമുക്ക് തൽക്കാലം നമുക്ക് ഇൻസുലിൻ എടുക്കാം. കാരണം നിങ്ങൾ ഈ ഓപ്പറേഷന് പോകുന്നതുകൊണ്ട് തൽക്കാലം ഇൻസുലിനാണ് നല്ലത്. അല്ല സാറേ, ഇപ്പോ രാവിലെയും വൈകിട്ടും 2 നേരം അതിപ്പോ 2 നേരം തന്നെ ആയിക്കൊള്ളണമെന്നൊന്നുമില്ല. തൽക്കാലം നമ്മൾ തുടങ്ങിയിട്ട് ഇപ്പോ ഒരാഴ്ച നമ്മൾ എങ്ങനെയുണ്ട്, അതിന്റെ റിസൾട്ട് എങ്ങനെയുണ്ട് എന്നൊക്കെ നോക്കിയ ശേഷം പിന്നെ ഡോസ് തീരുമാനിക്കാം. അല്ല സാറേ, ഒരു കാര്യമുണ്ട്. അച്ഛന് സൂചി ചെറിയൊരു പേടിയുണ്ട്. അതിപ്പോ സൂചി ഇപ്പൊ എല്ലാവർക്കും പേടിയാണ്. പക്ഷെ അതിപ്പോ എടുത്തു തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിൽ വലിയ കാര്യമൊന്നുമില്ല. കാരണം ഇൻസുലിന്റെ, പ്രത്യേകിച്ച് ഇൻസുലിന്റെ സൂചി ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ ഫൈനായിട്ടാണ്. നമ്മൾ എഴുതി വെച്ചില്ലെങ്കിൽ ചിലപ്പോൾ എഴുതുന്നത് തന്നെ മറന്നു പോകും. അല്ല, ചെയ്ത് വലിയ പരിചയമില്ല. അതിപ്പോ ഞാൻ പഠിപ്പിക്കും. ഒരാളുടെ സഹായം ഇല്ലാതെ ഇപ്പൊ നമുക്ക് ഇൻസുലിൻ പേനയൊക്കെ ഉണ്ട്. അതൊക്കെ വെച്ച് നമുക്ക് ഒരാളുടെയും സഹായം ഇല്ലാതൊക്കെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അതെല്ലാം ഞാനിപ്പോ പഠിപ്പിച്ചു തരാം. അതെല്ലാം പഠിപ്പിച്ചിട്ടേ വിടത്തുള്ളൂ. ഇപ്പൊ തന്നെ ഈ ഐ ഓപ്പറേഷൻ ഒക്കെ വളരെ സിമ്പിളായി ചെയ്യാൻ പറ്റും. അതിനായി സ്പെഷ്യലൈസ് ചെയ്ത പ്രൈവറ്റ് സെന്റേഴ്സ് എല്ലാം ഉണ്ട്. നമുക്ക് അവിടെ ചെയ്യാം. ഇതേ വരുമ്പോ ഞാൻ വാങ്ങിച്ചോണ്ട് വരാം കേട്ടോ. അച്ഛന് ഞാൻ ബസ് സ്റ്റോപ്പിലാക്കി തരാം. എനിക്കൊരാളെ കാണുന്നുണ്ട്. ഇപ്പോഴേ ലേറ്റ്. ഓക്കെ, പിടിച്ചോ. വാം. ആ വണ്ടി പോകും. വീട്ടിൽ കാണാട്ടോ. നീ പോ. ചേട്ടാ കയറിയോ? കരമന അല്ല പേയാട്. പേയാടാ. പൂച്ചപ്പൻ. ഇവിടെ ആരെങ്കിലും ഇവിടെ കയറി പോകുമ്പോ ഇവിടെ അവിടെ കയറിയല്ലേ? ചേട്ടാ, ഒന്ന് ബാക്കിലോട്ടിരിക്കാവോ? എനിക്ക് ജനലിന്റെ അടുത്തുള്ള സീറ്റ് വേണം, പുറകിലതില്ല. ചേട്ടാ, എനിക്കിരിക്കാനാണ്. ഒന്ന് ബാക്കിലോട്ടിരിക്കാവോ? പുറകിലൊക്കെ സ്ഥലമുണ്ടല്ലോ, അവിടെ പോയിരിക്കെ. ഞാൻ എന്തിനോട് മാറും? ചേട്ടാ, ഇത് സ്ത്രീകളുടെ സീറ്റാണ്. അപ്പൊ സ്ത്രീകളെ നെല്ലി വെച്ചതുകൊണ്ട് അത് സ്ത്രീകളുടെ സീറ്റാണ്. അപ്പൊ അവിടെ തന്നെ ഇരിക്കുള്ളൂന്നുണ്ടെങ്കിൽ ഇവിടോട്ടിരിക്കും. നിങ്ങൾ ഒരാളല്ലേ ഉള്ളൂ. ചേട്ടാ, എനിക്ക് ചേട്ടനോട്ടിരിക്കാൻ താല്പര്യമില്ലെങ്കിലോ? പുറകെ സീറ്റില്ലെങ്കിൽ ശരി, സമ്മതിക്കാം. പുറകിലെ സീറ്റ് ഉള്ളപ്പോൾ ചേട്ടൻ അങ്ങോട്ടിരുന്നോടെ. ഇത് ശരിയാണ്. എനിക്ക് എഴുന്നേക്കാൻ പറ്റില്ല കൊച്ചെ. അവിടെ കാണാൻ പോയിരിക്കുമ്പോ. ചേട്ടാ, ഇതുവരെ ഞാൻ വളരെ മാന്യമായിട്ടാണ് സംസാരിച്ചത്. എന്നെ കൊണ്ട് മാറ്റിക്കേട്ടേക്കരുത്. ഒന്ന് പുറകോട്ട് ഇറങ്ങിയിരിക്കണം പ്ലീസ്. പറ്റില്ലെങ്കിലോ? നിങ്ങൾ ആവശ്യമില്ലാതെ ഇവിടുമാർക്കൊക്കെ കയറി വക്കാലത്ത് പിടിക്കല്ലേ? എന്താ വക്കാലത്ത് പിടിച്ചെന്ന് ചേട്ടാ ചോദിക്കേട്ടാ?
ഞാനിവിടെ ഇത് ലേഡീസിന്റെ സീറ്റാണ്. എനിക്ക് അവകാശപ്പെട്ട സീറ്റാണ്. ഇത് ലേഡീസിന്റെ സീറ്റാണ് എഴുതി വെച്ചത്. ഇതൊരു ബസ്സാണ്, ഇതിൽ കുറച്ച് നിയമമൊക്കെ ഉണ്ട്. സ്ത്രീകളെന്ന് എഴുതിയിരിക്കുന്നത്, അപ്പൊ സ്ത്രീകളെന്താ മാറി കൊടുക്കണം. കണ്ണാണത്തില്ലേ സ്ത്രീകൾ എഴുതി വെച്ചത്? ചേട്ടാ വെറുതെ പ്രശ്നം ഉണ്ടാക്കാതെ ഒന്ന് പുറത്തോട്ട് മാറിയിരിക്കും. തുല്യ അവകാശം വേണമെന്ന് ടിവിയിലൊക്കെ പറയുന്നുണ്ടല്ലോ. എന്റെ പൊന്നേട്ട പയ്യന്മാര് മൊബൈലൊക്കെ എടുക്കാൻ ഇനി ആകെ പ്രശ്നമാവും. പുറത്തോട്ട് ഇരിക്കുന്നത്. എടോ ഞാൻ ഇവിടെ ഇരിക്കത്തുള്ളൂ, ഞാൻ ഇവിടുന്ന് മാറില്ല. ഞാൻ എന്താന്ന് വെച്ചാൽ ചെയ്തു. ഞാൻ ഇവിടെ തന്നെ ഇരിക്കും, എനിക്ക് ഇവിടെ തന്നെ ഇരിക്കണം. ഇവിടെ തന്നെ ഇരിക്കുള്ളൂ. അപ്പൊ നീ ഇരിക്കുക. ഞാനൊന്ന് കാണട്ടോ, ഇരിക്കുന്നേ. ഞാൻ ഇവിടുന്ന് മാറി. നീ ആരാടി? നീ ആരാ? ഞാൻ മാറിക്കില്ല, മാറിക്കില്ല. ആവശ്യമില്ലാതെ പൊന്നേട്ടാ ബാക്കിയുള്ള ആൾക്കാരുടെ സമയം കൂടി മെനക്കെടുത്താതെ ഒന്നുകിൽ നിങ്ങൾ പുറത്തോട്ട് ഇറങ്ങി, അല്ലെങ്കിൽ അങ്ങോട്ട് ഇറങ്ങി പോണം. ചേച്ചിക്ക് വല്ല പാർട്ടിയിൽ ചേർന്നു ഇങ്ങനെ പോയാൽ നല്ല ശോഭി. പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങി ഓരോന്ന് കയറി വന്നോളൂ മെനക്കെടുത്താനായിട്ട്. പെണ്ണുങ്ങളെ സീറ്റിലേ ഇരിക്കൂ. ഞങ്ങൾക്ക് പോണം. താങ്ങടാ താങ്ക്. ആണുങ്ങളുടെ ചന്തി പൊടി തട്ടുമ്പോഴേ പെണ്ണുങ്ങളുടെ മൂടങ്ങോട്ട് നന്നായിട്ട് താങ്ങിക്കൊടു. എന്നിട്ട് ഒരു ദിവസം ഇവളുമാരെല്ലാം കൂടെ ആണുങ്ങളെ ചാക്കി കെട്ടി നടുക്കടലിൽ കൊണ്ട് താക്കും. അപ്പോഴും നീയൊക്കെ പറഞ്ഞോണം അവർ ചെയ്യുന്നത് ശരിയാണ്. എടി കൊച്ചേ, നീ ഒന്ന് മനസ്സിലാക്കിക്കോണം, ഈ ലോകത്ത് ആണ് കഴിഞ്ഞേ ഉള്ളൂ പെണ്ണ്. അത് നിനക്കറിയില്ലെങ്കിലേ നീ വീട്ടിൽ ചെന്ന് നിന്റെ തന്തയോട് ചോദിക്കും. ഇങ്ങനെ ഒരെണ്ണത്തിനെ പടച്ചു വിട്ടിട്ട് അയാൾ ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് ആരാണ്? എന്നിട്ട് നീ എന്ത് പറഞ്ഞതാ? എന്തു പറയാൻ, അച്ഛന് ചോറ് കുറക്കുന്നതിന്റെ ചെലവ് ഞാൻ നോക്കാന്ന് പറഞ്ഞു. വാക്ക് കൊടുത്തു കേട്ടാ, ഇനി ചെയ്തേ പറ്റൂ. അതുകൊണ്ട് ചേട്ടനെ കാണുമെന്ന് പറഞ്ഞു. ചേട്ടാ എൻ്റെ പടത്തിൻ്റെ വർക്ക് തൽക്കാലം മാറ്റി വെച്ചിട്ട് വേറെ ഏതെങ്കിലും ഡയറക്ടറിന് വല്ല സ്ക്രിപ്റ്റ് എഴുതി കൊടുക്കുന്ന പരിപാടി എന്തെങ്കിലും ഉണ്ടോ? കാശിന് നല്ല ആവശ്യമുണ്ട് കേട്ടാ, പറയാണ്ടിരിക്കാൻ വയ്യ. എടാ അതെ, ഒരാൾ സ്ക്രിപ്റ്റ് ചെയ്യാൻ ആളെ കിട്ടുമോ ചോദിച്ചിരുന്നു. ഇപ്പോൾ കഥയോ? കഥയൊക്കെ അവരുടെ കയ്യിലുണ്ട്. അതിന്റെ പേയ്മെന്റ് എത്ര കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതൊക്കെ എത്രയാണെങ്കിലും കുഴപ്പമില്ല, ചേട്ടൻ ചോദിക്കേ. ഞാൻ ചോദിച്ചു നോക്കാം. ഓക്കെ ഏട്ടാ. രാവിലെ വെറും വയറ്റിൽ ചായ കുടിച്ചാലേ വയറിന് പ്രശ്നമാവും. ഞാൻ കൊടുക്കാം. വേണ്ടെന്ന് ഞാൻ കൊടുക്കാം. ഞാൻ കൊടുക്കാം. എന്നാ കൊടു. സരോജം, എടി സരോജം, എന്താ നീ ആ പെണ്ണിനെ ഇങ്ങോട്ട് വിളിച്ചേ. എന്തു പറ്റി? നീ വിളിക്ക്. എന്തിനാ വിളിക്കാനല്ലേ പറഞ്ഞത്? വന്ദന മോളെ, വന്ദന. എന്തമ്മ? സരോജം, ആ സ്റ്റാൻഡിന്റെ മേളിലിരിക്കുന്ന ചെരുപ്പ് താഴെ അങ്ങോട്ടോ ഇങ്ങോട്ടോ നീക്കിയിടാൻ പറ. ഇനി എന്റെ ചെരുപ്പെടുത്ത സ്റ്റാൻഡിന്റെ മേളിൽ വെക്കാൻ പറ. ഈ വീട്ടിൽ സ്ത്രീകളുടെ ചെരുപ്പ് പോലും പുരുഷന്മാരുടെ ചെരുപ്പിന് മേളിൽ വരാൻ പാടില്ല. പല വെട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാവരും ഓർത്തിരുന്നാൽ നല്ലത്. സ്റ്റാൻഡെടുത്ത് കളയുന്ന സമയം വീട്ടിലെങ്കിലും കുറച്ച് മണവാനം കിട്ടുന്ന വിചാരിക്കുമ്പോൾ കീറി ചെരുപ്പും.
എത്രയായിരുന്നു ഡോക്ടർ പറഞ്ഞേ രാത്രി? 50. ഉറപ്പല്ലേ? ആ. കുത്തട്ടെ? കുത്തട്ടെ? ഓക്കെ. വേനച്ചോ? ഏയ്. എന്താ ഇവിടെ വന്നിക്കണേ? ഞാൻ ഈ കാശിന്റെ കാര്യമൊക്കെ ആലോചിച്ചു. ഞാൻ എവിടെയൊക്കെ തേടിന്നോ. ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. അതെന്താ? ഒരു 3-4 ദിവസത്തെ വർക്ക് വന്നിട്ടുണ്ട്. പടത്തിന്റെയാ? എന്റെ അല്ല, വേറൊരാളുടെ സ്ക്രിപ്റ്റ് വെക്കാം. അത് ശരി. കാശൊക്കെ കിട്ടുവോടാ? ഉണ്ണിയേട്ടന് ഒരു 70,000 രൂപ ഒപ്പിച്ചേരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഓപ്പറേഷൻ നമുക്ക് പ്രൈവറ്റിൽ തന്നെ ചെയ്യാലോ. തിരുവനന്തപുരത്ത് തന്നെയാ, പക്ഷെ കാലത്ത് പോണം. പോയാ പിന്നെ ഒരു 3-4 ദിവസം കഴിഞ്ഞേ വരുള്ളൂ. എടാ, നീ പോകുമ്പോ നിന്റെ ഭാര്യ ഒറ്റയ്ക്ക് അവിടെ കിടക്കണ്ട. സരോജും കൂടെ അവിടെ കിടന്നോട്ടെ. ഞാൻ പിന്നെ താഴെ ഒറ്റയ്ക്ക് കിടന്നോളാം. ശരി, ഞാൻ പോട്ടെ. ശരിയടാ. ഹലോ. അതെ അതെ അതെ, എന്നെ ചേച്ചി കൊണ്ട് വരാനേ. പുഷ്പമ്പോ. ഹലോ. ഒരു കവറ് മാവും 1/2 കിലോ പഞ്ചാര. ബാക്കി നീ എടുത്തോളി. സരോജും വരുമ്പോളും കൂടെ മേളില. രാത്രി വാതില് തുറന്നിട്ടേക്കണം. ഞാൻ വരും. ഞാൻ വരുമെന്നേ. പരമാനം തരസതേ പരവതിയിലെഴുതാമോ. പുഷ്പു.
പറ്റിച്ചു കളഞ്ഞല്ലോ. ഉള്ള പല്ല് നമുക്ക് റെസ്റ്റോർ ചെയ്യാം. നമുക്ക് പല്ലെടുക്കാതെ കേടായ പല്ല് ഫില്ല് ചെയ്യാം. ഇപ്പോൾ ഫില്ല് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പള്ളിക്കത്തൊന്ന് കാണിക്കണം. പഴയ മെറ്റൽ, നമ്മുടെ സിൽവർ മെറ്റൽ വെച്ചിട്ട് പിന്നെ ഓട്ടപ്പുല്ല് പല മെറ്റീരിയൽ നടക്കൂല. കാണുന്നത് പോയത് ടൂത്തിന്റെ ഒരു ഫോട്ടോ ഇപ്പോൾ കണ്ടത്. ഫൈനൽ ആ ഒരു സീനിൽ സുബൈദ എന്നുള്ള നമ്മുടെ നായിക തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ അവിടെ നമ്മുടെ ഫാമിലിയൊക്കെ ആ ഒരു ഡിസ്കഷനിൽ നമ്മുടെ മെയിൻ ആക്ടേഴ്സൊക്കെ അവിടെ നിൽക്കുകയാണ്. ആ ഒരു ഷോട്ട് വെച്ചാണ് നമ്മൾ പടം എൻഡ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് തോന്നി? കൊള്ളാം. താങ്ക് യു സർ. താങ്ക് യു. എന്നാ പിന്നെ ഈ സ്ക്രിപ്റ്റ് ഒരു കോപ്പി എടുത്തിട്ട് കൊണ്ടുവരാം. ഓക്കെ സർ. ഓക്കെ, ഐശ്വര്യമായിട്ടങ്ങ്. ഓക്കെ ഓക്കെ താങ്ക് യു. ചെക്ക് കാറിലിരിക്കുകയാണ്, എടുത്തിട്ട് വന്ന് തരാം. ആ ശരി ശരി, ഞാനിവിടെ തന്നെ വരും. ശരി, ഇപ്പോൾ വരാം. ഇപ്പോൾ വരാം. ഓക്കെ. ആ ഉണ്ണിയേട്ടാ അവർ ജസ്റ്റ് ഇപ്പോൾ ഇറങ്ങിയുള്ളൂ കേട്ടോ. അപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ആ അങ്ങനെ മേജർ ചേഞ്ചസ് ഒന്നും ഇല്ല. ഇനിയിപ്പോൾ അത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അതിപ്പോൾ പറയാണ്ട് തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ആ അല്ല, അവർ മറ്റേ ചെക്ക് ബുക്കും വരുന്ന സാധനങ്ങളൊക്കെ വണ്ടിയിൽ വെച്ച് മറന്നു പറഞ്ഞു. പിന്നെ അത് എടുക്കാൻ പോയിക്കാം. സ്ക്രിപ്റ്റിൻ്റെ ഒരു കോപ്പിയും കൂടെ എടുക്കണമല്ലോ. ആ ചേട്ടാ 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 അവർ വന്നു തോന്നുന്നു. ഞാനിപ്പോൾ പോയി അറ്റൻഡ് ചെയ്യട്ടെ. ഓക്കെ, ഞാൻ വിളിക്കാം. ഓക്കെ. എന്താ സാറേ, പേയ്മെന്റ് അടച്ച അരമണിക്കൂറിനകത്ത് അപ്പാർട്ട്മെന്റ് ചെക്കൗട്ട് ചെയ്യണമെന്ന്. ചെക്കൗട്ടോ? ചേട്ടാ തെറ്റിയായിരിക്കും. അല്ല സാർ, അവർ ചെക്കൗട്ട് ചെയ്ത് കഴിഞ്ഞു. സാർ ഇറങ്ങിയിട്ട് വേണം റൂം ക്ലീൻ ചെയ്യാൻ. ഇതിൽ ഞാൻ പറയാൻ കാരണം, പ്രദർശിച്ച് പറയാൻ കാരണം, നല്ലൊരു ഉദാഹരണം ഈ പശ്ചാത്തല സംഗീതത്തിന് സാധാരണ ഏതെങ്കിലും വൈകാരിക. എടാ, ഞാൻ അവരെ കുറെ തവണ വിളിച്ചു. ഔട്ട് ഓഫ് കവറേജ് ഏരിയ ആണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല കാര്യങ്ങൾ. നീ ഒരു കാര്യം ചെയ്യ്, നീ ഇങ്ങോട്ടേക്ക് വാ. ആ മതി. ശരി എന്നാ. മോളെ ഫോൺ അടിക്കുന്നത്, നീ ഒന്ന് പോയി എടുത്തേ. ഹലോ, ആ അമ്മ പറയണം. ഓ വന്നോട്ടാ, ഇരിക്കുന്നു. കുഴപ്പമില്ല, അവൻ്റെ കയ്യിലിരിക്കുന്നു. മോൻ എന്താ കഴിഞ്ഞ ആഴ്ച ജോലിക്ക് പോയിട്ട് വന്ന ശേഷം മോത്ത് ആകെ ഒരു വിഷമം? ഒന്നുമില്ല മോനെ, അമ്മ പറയുന്ന മോനെ ശ്രദ്ധിച്ച് കേൾക്കണം. ആ പുഷ്പമ്മയുടെ മോൻ ബൈജുവിനെ മോനൊന്ന് പോയി കാണണം. ഞാൻ അവൻ്റെ ഫോൺ നമ്പർ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഞാനതിന് അയാളെ പോയി കാണുന്നു. അതൊരാവശ്യമുണ്ട്. എന്താ? ഞാനേ അപ്പുറത്ത് റോഡിൽ കിടന്ന് അറിഞ്ഞായിരുന്നു. ഈ ഏരിയ വലിയ പിടിയില്ല. റാം, അതെ, അമ്മ പറഞ്ഞിട്ടും കാര്യങ്ങളൊക്കെ അറിയുന്നത് എനിക്കറിയില്ലായിരുന്നു. എന്നാലേ നിനക്ക് മാത്രമേ അറിയാത്തുള്ളൂ, ബാക്കി നാട്ടുകാർക്ക് മൊത്തം അറിയാം. ചേട്ടാ, ഞാനേ ഞെട്ടല്ല ചേട്ടാ. വയസ്സായ ആളല്ലേ, അതിൻ്റെ വല്ലതും. വയസ്സായതൊന്നുമല്ല,
പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അങ്ങേര് ഈ പ്രായത്തിൽ കഴപ്പാണ്. ഈ പ്രായത്തിൽ അങ്ങേർക്ക് കിട്ടുന്നവരെ മുഴുവൻ കളിക്കണം. അങ്ങേര് വരെ നാട്ടിലൊരു പെണ്ണുങ്ങൾക്ക് ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ. ഒന്ന് വിട്, ഞാൻ മാപ്പ് വയ്ക്കും. അങ്ങനെ വിടാനൊന്നും പറ്റില്ല. എന്റെ അമ്മയുടെ അടുത്ത് ഇതിനു മുമ്പ് അയാൾ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട്. അപ്പോഴൊക്കെ റാമിന്റെ അമ്മയുടെ മോഹൻ കണ്ടാ ഞങ്ങളത് പ്രശ്നമാക്കാറ്. ഒന്നാമത്തെ കാര്യം, അമ്മ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നത് നിനക്കറിയാലോ. നിന്റെ ഈ തന്ത കാണിക്കുന്നതുകൊണ്ട് നാളെ ഒരു ചീത്തപ്പേരുണ്ടായാലും ഞങ്ങൾ മക്കൾക്ക് അതൊരു പ്രശ്നമാണ്. പെണ്ണ് കേസിലെ വീക്ക്നെസ് എല്ലാവർക്കും ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ സ്വന്തം വീട്ടിൽ നിന്ന് ദൂരെ പോയി ഒപ്പിക്കണം. ഇവയൊക്കെ സ്ഥലകാലബോധമല്ല, അതിന്റെ കുഴപ്പമാണ്. ചേട്ടാ ഒന്ന് വെട്ടുകളാ, ഇനി ഉണ്ടാവാതെ ഞാൻ നോക്കിക്കോളാം. എടാ, നിന്നെ അറിയിക്കാതെ നിന്റെ അച്ഛനമ്മ ഇത്ര നാൾ കൊണ്ടു നടന്നില്ലേ? ഇതിപ്പോ 2-3 ദിവസമായി നിന്നെ കാണണം എന്ന് പറഞ്ഞാൽ നടക്കണം. ഇപ്പോഴാണ് നിനക്ക് പറ്റണം. ചേട്ടാ ഞാനൊരു വർക്കിലായിരുന്നു, ഇവിടെ ഉണ്ടായിരുന്നില്ല ചേട്ടാ. ഇന്ന് കാലത്ത് ഒരു പേപ്പർ എല്ലാവരുടെ കയ്യിലുണ്ടായിരുന്നു. നീ വരാത്തോണ്ട് ഞാൻ രാവിലെ കൊണ്ട് കൊടുത്തെന്നോ? കൊടുത്തിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ചേട്ടാ കേസൊന്നും ആക്കാതെ നമ്മൾ തമ്മിൽ കോംപ്രമൈസ് ചെയ്തോടെ? ഇനി അതൊന്നും ചെയ്യാൻ പറ്റില്ല. പാർട്ടി ഓഫീസിൽ നിന്നൊക്കെ വിളിച്ചാലും മേളിൽ നിന്ന് വിളിച്ചു പറഞ്ഞിട്ടാ ഞാനിപ്പോ കൊണ്ട് കൊടുത്തു. അതിന്റെ മുറയ്ക്ക് നടക്കട്ടെ. എന്തായാലും സ്റ്റേഷനിൽ നിന്ന് വിളിക്കും. അപ്പൊ സ്റ്റേഷനിലേക്ക് പോകാൻ തന്നെയാണോ തീരുമാനം? അതെ, അങ്ങനെ നടക്കട്ടെ. നിങ്ങളോട് എന്ത് പറയാൻ? സ്കൂട്ടറിന്റെ ചാവി കണ്ടായിരുന്നോ? ഞാൻ കണ്ടില്ല. എനിക്കെന്തിനാ കൂട്ടറിന്റെ ചാവി? അച്ഛനോട് നിന്നേ, സ്റ്റേഷനിലേക്കല്ലേ, ഞാൻ വന്നിട്ട് പോയാൽ മതി. എടാ, അച്ഛനൊന്ന് പുറത്തു പോയിട്ട് വരാടാ. എവിടേക്കാണേലും ഞാൻ വന്നിട്ട് അങ്ങ് പോയാ മതി. സാറേ, ഞാൻ ഇറങ്ങുകയാണ്. 10 മിനിറ്റിനുള്ളിൽ, ഒരു അരമണിക്കൂറുള്ളിൽ എത്തിക്കോളൂ സാർ. എന്തൊക്കെ വന്നാലും നമ്മൾ 3 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കാൻ പാടില്ല. നിങ്ങൾ ആ കോളനി വരെ പോയി അവനവിടെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് കയറ്റിക്കൊണ്ട് വാ. ബൈക്കിൽ പെട്രോളിങ്ങിന് പോയ നമ്മുടെ ആളുകളെ അവൻ തെറി വിളിച്ചു. അതുകൊണ്ട് നിങ്ങളിപ്പോൾ ആ വഴിക്ക് പോ. ആ ശരി, എന്തായാലും ഒന്ന് നോക്കിയത്. സാർ, ആ പയ്യന്മാര് പുറത്ത് നിൽപ്പുണ്ട്. ഇനി വിളിക്ക്. നിങ്ങളിങ്ങ് വന്നേ. നിങ്ങൾ പുറത്തേക്ക് പോ. ശരി സാർ. വാ വാ. എന്താണ് കലാകാരന്മാർക്ക് പറയാനുള്ളത്? നിന്റെ പേരാണോ പ്രശാന്ത്? നിന്റെ ഫോൺ നമ്പറാണ് ആദ്യം ഫോട്ടോ ഇട്ടിരിക്കുന്നത്. അതും നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ. അതിന്റെ റിപ്പോർട്ടാണിത്. എടാ, ഇതൊന്നും ഇല്ലാതെ നിന്നോടൊക്കെ ഇങ്ങോട്ട് വരാൻ പറയാൻ ഇവിടെ ഇരിക്കുന്നവരുടെ തലേ മോട്ടറൊന്നും ഓടുന്നില്ല. ഉള്ളതല്ല പോലെ അങ്ങ് പറഞ്ഞു. എന്തറിയാതെ? അറിയാതെ നിങ്ങൾ ഈ സ്ത്രീയുടെ ഫോട്ടോ അവരുടെ ഫേസ്ബുക്കിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുത്തു. അറിയാതെ അതൊരു നഗ്നചിത്രവുമായിട്ട് മോർഫ് ചെയ്തു, എന്നിട്ട് ഷെയർ ചെയ്തു. അതെ സാർ. യവന്മാരെ ഒന്നിനും വെറുതെ വിടരുത്. എല്ലാത്തിനകത്ത് വൃത്തിയാക്കണം. അവന്മാർ നന്നായി ആലോചിക്കട്ടെ. ചെയ്തത് ശരിയാണോ, ചെയ്തത് തെറ്റാണോ, ശരി അറിയാഞ്ഞിട്ടാണോ? ഇറങ്ങടാ വെളിയിൽ. സാറ് പറഞ്ഞു കേട്ടില്ലേ? ഇറങ്ങ സാറേ, എന്റെ ഭാവി. 3 പേരെ ഇറങ്ങ. അതെ, കുഞ്ഞു പയ്യന്മാരാണ്, വലിയ പ്രശ്നമാക്കണ്ടെന്ന് ഞാൻ പറയൂ. നിങ്ങൾ ആലോചിച്ചിട്ട് പറ. അമ്മമാർ കുറച്ചേരം അവിടെ നിൽക്കട്ടെ. ശരി ശരി. സാറാ, വയസ്സായ കക്ഷി പുറത്ത് നിൽപ്പുണ്ട്. ഞാൻ തിരുവനന്തപുരം കോർപ്പറേഷൻ ആനേർ വാർഡ് നമ്പർ 72 TC 77 സ്ഥിര താമസക്കാരിയാണ്. വിധവയായ ഞാൻ ഒറ്റയ്ക്കൊരു വീട്ടിലാണ്. എൻ്റെ മക്കളിൽ നിന്നും അകന്നാണ് താമസിക്കുന്നത്. എതിർകക്ഷി കഴിഞ്ഞ 30 വർഷമായി എൻ്റെ പരിസരവാസിയാണ്. ഇയാൾ ഞാൻ നടത്തിപ്പോരുന്ന കടയിൽ വരികയും എന്നോട് അപമര്യാദയായി സംസാരിക്കുകയും ചെയ്യുണ്ടായി. അതേ ദിവസം രാത്രി എതിർകക്ഷി എൻ്റെ വീട്ടിൽ വരികയും എൻ്റെ ഗേറ്റിൽ മുട്ടി എൻ്റെ വീട്ടിൽ അതിക്രമിച്ച് കയറി വരാൻ ശ്രമിക്കുകയും ചെയ്തു. ഞാനൊരു വിധവയാണെന്നും ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീയാണെന്നും കണക്കിലെടുത്ത് നിലവിലുള്ള പശ്ചാത്തലത്തിൽ ആവശ്യമായ നിയമ നടപടികൾ കൈക്കൊള്ളണമെന്ന് താഴ്മയെ അപേക്ഷിക്കുന്നു എന്ന് വിധേയ പുഷ്പമ്മ. സുധാകരൻ എന്താ പറയാനുള്ളത്?
അല്ല സാർ, അന്ന് രാത്രി ഞാൻ മൂത്രം ഒഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാ. അപ്പൊ അവരുടെ കടയുടെ അവിടെ കുറെ ചവറിങ്ങനെ കത്തി കാണും. അതിൽ നിന്ന് തീപ്പൊരി ഇങ്ങനെ പറന്നിട്ട് കുറെ കട്ടള അവിടെ അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. അതിലെങ്ങാനും തീ പിടിക്കുമെന്ന് കരുതിയിട്ടാ ഞാൻ അങ്ങോട്ട് ഓടിച്ചെന്ന്. ഞാൻ അവിടെ ചെന്നപ്പോ മനസ്സിലായി വലിയ കുഴപ്പമൊന്നുമില്ല. ഞാൻ എന്നാ തിരിഞ്ഞു പോവാന്ന് ഉദ്ദേശിച്ച് വിചാരിച്ചങ്ങോട്ട് തിരിഞ്ഞപ്പോ താഴെ എന്തോ കല്ലോ എന്തോ കിടക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഈ തിമിരത്തിന്റെ അസുഖം ഉള്ളതുകൊണ്ട് രാത്രി ചില സാധനങ്ങൾ കാണാൻ പറ്റില്ല സാറ്. അങ്ങനെ അങ്ങനെ തിരിഞ്ഞപ്പോ കാലിന്റെ ബാലൻസ് തെറ്റി ഓടിപ്പോയി പിടിച്ചത് അവരുടെ ഗേറ്റിലാ. അതിനാ സാറേ ഇവരിങ്ങനൊക്കെ പറഞ്ഞുണ്ടാക്കുന്നത്. നിങ്ങൾ പറയുന്ന അത്ര വിശ്വസനീയമല്ലോ സുധാര. അല്ല സാറേ, ഇതാണെന്ന് സംഭവിച്ചത്. അയ്യോ സാറേ, ഇയാൾ എന്റെ ഗേറ്റിൽ പിടിച്ച് നിങ്ങളെ കണ്ട ആൾക്കാരുണ്ട്. അല്ല സാറേ, എന്റെ കാലിന്റെ ബാലൻസ് തെറ്റി ഞാൻ കേറി. മിണ്ടാണ്ടിരിക്കോ സാറേ, ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഇയാളുടെ സൂക്കേട്. എന്റെ ഭർത്താവ് ജീവിച്ചിരുന്ന കാലത്ത് ഞങ്ങളുടെ സ്ഥലം വേണമെന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളത് സമ്മതിച്ചില്ല. അന്ന് തുടങ്ങിയത് ഇയാളുടെ സൂക്കേട്. ഞങ്ങളുടെ വീട്ടിനടുത്തുള്ള ഷാജി മുമ്പ് കണ്ടിട്ടുണ്ട് ഇയാൾ ഞങ്ങളുടെ വീടിന്റെ ഷീറ്റിന്റെ മേളിൽ കയറി നിൽക്കണത്. അതിപ്പോ എത്ര നാളായി? 10 വർഷമായി. അയാളിപ്പം മരിച്ചുപോയി. മരിച്ചവരുടെ കാര്യം അവിടെ ഇരിക്കട്ടെ, ഇപ്പൊ ജീവിച്ചിരിക്കുന്നവരുടെ കാര്യം പറ. കൊച്ചിലെ ഞങ്ങൾ എങ്ങനെയൊക്കെ നോക്കിയിട്ടുണ്ടെന്ന് അറിയാവോ സാറേ? ഇയാളുടെ മോനെ, ഈ പാവം പയ്യന് ഇതൊന്നും അറിയില്ല. ഇയാളുടെ ഈ തരികിട. എന്നിട്ടിപ്പോ അയാളും ഭാര്യയും കൂടെ ഒതുക്കി തീർക്കാൻ നോക്ക ഈ പയ്യൻ അറിയാതെ. 2-3 ആഴ്ച മുമ്പ് എന്റെ കടയിൽ വന്ന് ഇയാൾ എന്നോട് എന്തോന്ന് പറഞ്ഞെന്നറിയോ സാറേ? പുഷ്പമ്മോ, ഒരു മാവിങ്ങെടുത്ത്. ഒന്നല്ലെങ്കിൽ വാ. എന്തിനു കിടന്ന് പൊളയണത്? ഇറങ്ങിപ്പോയെ. എടി, നീ നോക്കിക്കോ. എന്റെ പേര് സുധാകരൻ എന്നാണെങ്കിൽ ഞാൻ നിന്നെ ചെയ്തിരിക്കും. സാറേ, ഞാൻ ഈ ജീവിതത്തിൽ ഒന്നും സമ്പാദിച്ചിട്ടില്ല. ആകെ സമ്പാദിച്ചത് കുറച്ച് നല്ല പേര് മാത്രം. ഇയാൾ ഇങ്ങനെയൊക്കെ തുടങ്ങിയ നാട്ടുകാരത് കണ്ട. സുധാകരൻ, നിങ്ങളൊരു പൂവാലന. സാറേ, അതിന് ഞാൻ. നിങ്ങളൊന്നും പറയണ്ട. നിങ്ങൾ പറയുന്നത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നിങ്ങളുടെ ഈ പ്രായം അത് നിങ്ങളുടെ മഹാഭാഗ്യം. നിങ്ങൾക്കെങ്ങാനും പ്രായം കുറവായിരുന്നെങ്കിൽ ഞങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്ന രീതി ഇതൊന്നും ആയിരിക്കത്തില്ല. എടോ, ഈ ടൈപ്പ് ഞരമ്പ് രോഗത്തിന് ഞങ്ങൾ ഇവിടെ കൊടുക്കുന്ന മരുന്ന് വേറെയാ. അതുപോട്ടെ, ഇനി നിങ്ങൾ പറ, നിങ്ങൾക്ക് എന്താണ് ഇതിൽ പറയാനുള്ളത്? സാറേ, ഇയാളിനെ എൻ്റെ അമ്മയെ ഉപദ്രവിക്കാൻ പാടില്ല. നമുക്ക് ആ ഒരു ഉറപ്പ് വേണം. നമ്മൾക്ക് അയൽവാസികളാണ്. ഇവിടെ വെച്ച് അങ്ങ് ഒത്തീർപ്പാക്കിയാൽ മതി. നമ്മൾ നാളെ കണ്ടവർ. സാറേ, ഇനി അങ്ങനെ ഉണ്ടാവില്ല. ഇങ്ങനത്തെ അയൽവാസികൾ ഇല്ലെന്ന് വിചാരിച്ചാ പോരെ. എന്താടേ നീ ഇവനക്കര അടിക്കോടേ. ഇനി ഇതിലൊരു കാര്യം ഞാൻ പറയാം. എനിക്ക് നിങ്ങളോടാണ് പറയാനുള്ളത്. മേലിൽ ഈ സ്ത്രീയോട് അപമര്യാദയായിട്ട് പെരുമാറില്ല എന്നും മറ്റെന്തെങ്കിലും രീതിയിൽ അവരെ ഉപദ്രവിക്കില്ല എന്നും അവിടെ എഴുതി വെച്ചിട്ട് വേണം പോകാൻ. ഞാൻ തന്നോട് സംസാരിക്കാൻ പറഞ്ഞോ? ഇല്ലല്ലോ. ഇനി ഞാൻ പറഞ്ഞ മാത്രം അങ്ങോട്ട് കേട്ടാൽ മതി. ഇനി മേലാൽ താൻ ഈ സൈസ് പരിപാടിക്കൂടെ വരാനിടയാവരുത്. എടോ, തന്റെ പ്രായത്തിൽ ഇത്തരം പരിപാടിയിൽ ഏർപ്പെട്ടല്ല നാറ്റക്കേസാ. തനിക്ക് മാത്രമല്ല, നിങ്ങളുടെയൊക്കെ ഈ മക്കൾക്കും. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഏമാര് തമ്മിൽ വഴക്കായില്ലേ? ദേ, പറയാനുള്ളതൊക്കെ നിങ്ങളും പറഞ്ഞു, അവരും പറഞ്ഞു. ഇനിയിപ്പോ കാര്യങ്ങളങ്ങ് ഒത്തുതീർപ്പാക്കി പോയാൽ പോരെ? ആ മതി സാറേ, ഇനി ഇങ്ങനെ ഉണ്ടാവാതിരുന്നാ മതി. ദേ സുധാര, ഇനി എഴുതി വെച്ചിട്ട് പൊക്കോ. മേലിൽ ഈ വിഷയത്തിൽ തന്നെ ഇവിടെ കാണാൻ ഇടവരരുത്. പോ. അതെ, തന്നെ പ്രായം ഓർത്തിട്ടാ തന്നെ വന്ന കോലത്തിൽ ഇങ്ങനെ പറഞ്ഞു വിടുന്നത്. ഓർമ്മ വേണം. ശരി സാർ. ആ, നടക്ക്. എടാ, നമുക്കൊരു ചായ കുടിച്ചാലോ? നിനക്ക് സങ്കടമായില്ലേ?
എന്തിന്? അല്ല, അവരൊക്കെ അങ്ങനെ പറഞ്ഞപ്പോ ആയി. പക്ഷെ ഇപ്പൊ എന്തിനാ? അച്ഛനായി പോയില്ലേ? ഇതൊക്കെ കൊണ്ടാണ് അവരാ സ്ഥലം ചോദിച്ചപ്പോ തന്നില്ല. പിന്നെ എന്റെ കണ്ണിന്റെ പ്രശ്നം, പൈസയുടെ പ്രശ്നം, അങ്ങനെ ഇതൊക്കെ പുറത്തു വന്ന. എടാ, അച്ഛൻ ഇങ്ങനൊന്നും ആയിരുന്നില്ലടാ. പോട്ടെ അച്ഛാ. ആ, ഇനിയിപ്പോ നീ ആ പുതിയ ജോലിക്ക് പോയല്ലോ. ഇനി അച്ഛന്റെ കണ്ണ് പ്രൈവറ്റിൽ കൊണ്ടുപോയി ഒന്ന് കാണിച്ച് ശരിയാക്കൂലേ? ശരിയാക്കാം. അപ്പൊ അച്ഛന്റെ ഇതൊക്കെ അങ്ങ് മാറുമടാ. റാമേ, ഇതിപ്പോ മൂന്നാമത്തെ പ്രാവശ്യം ആഹാരത്തിന് ശേഷം 200-നടുത്ത് വരുന്ന നമുക്ക് ഇനിയിപ്പോ ഓപ്പറേഷൻ നോക്കിയാലോ? നോക്കാം അച്ഛാ. എന്റെ പൊന്നേട്ടാ, ഞാൻ വീട്ടിൽ പോലും പറഞ്ഞിട്ടില്ല. അവരിതൊക്കെ അറിഞ്ഞാ പിന്നെ ചേട്ടനൊന്ന് വിളിച്ചു നോക്ക്. മോളുടെ പാസ്പോർട്ട് സൈസ് ഒരു ഫോട്ടോ എടുക്കണമായിരുന്നു. എടുക്കാറോ? കേറിയിരിക്കും. ഓക്കെ മോളെ, റെഡി? ദേ ഇങ്ങോട്ട് നോക്ക്. മോളെ, മുഖത്ത് മൊത്തം ഓയിലാണല്ലോ, ഒന്ന് പൗഡർ ഇട്ടിട്ട് വന്നേ. ഡാ, ഇവിടെ നിന്ന് കിട്ടുന്നതും അവള് വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ ജീവിച്ചു പോകുന്നത്. ആ വർക്കെങ്കിലും തുടങ്ങിയിരുന്നെങ്കിൽ ക്യാമറമാൻ ആകാമെന്ന ആഗ്രഹത്തിലാണ് ഞാൻ നിന്നെ ഇതിനൊക്കെ സഹായിച്ചത്. സത്യം പറഞ്ഞാൽ ഈ പടത്തിലെ സ്റ്റിൽ ഫോട്ടോഗ്രാഫി അസിസ്റ്റൻ്റായിട്ട് ഞാൻ മടുത്തു. പട്ടിപ്പണിയാണ്. പൈസയാണെങ്കിലും നേരെ ചൊവ്വ കൈ കിട്ടത്തുമില്ല. ഇതിൽ നിന്നൊക്കെ ഒന്ന് തല ഊരാന്ന് വിചാരിക്കുമ്പോൾ, ഡേ നീ ഇത് കേൾക്കുന്നുണ്ടോ? എന്താ മോളെ ഇത്? ഡേ മുഖത്ത് മൊത്തം പൗഡർ, അതൊക്കെ തുടച്ചു മാറ്റിക്ക്. ഡേ ഉടുപ്പിലും ഒക്കെ ഇട്ട്. എടാ, ഒരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് വഴി വന്ന കക്ഷികളാണ്. നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ. അവന്മാരെന്നാലും ഇങ്ങനെ പണി തരുമെന്ന് ഞാൻ നിരീക്ഷിച്ചില്ല. അവരെ അങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ. എടാ, ഞാൻ പറഞ്ഞിട്ടല്ലേ നീ ആ പണിക്ക് പോയത്. ഞാൻ നിനക്ക് കാശ് മേടിച്ചു തരും. നീ ഇപ്പം എവിടെന്നെങ്കിലും ഒന്ന് റോൾ ചെയ്യ്. റെഡിയല്ലേ മോളെ? എടുക്കാം. ആ, കൈ എടുത്തേ. സ്മൈൽ. ഞാൻ കുറച്ച് ദിവസം വീട്ടിൽ പോയി നിന്നോട്ടോ. എന്തേ? വെറുതെ കുറച്ച് ദിവസമായില്ല അങ്ങോട്ട് പോയിട്ട്. പോകുമ്പോൾ വെറും കൈ വീശി പോകേണ്ടി വരും. എന്തോ അവിടെ വരെ പോയി വരാൻ തന്നെ ഒരു 10,500 രൂപ വേണ്ടി വരും. അച്ഛൻ്റെ മരുന്നിനും മറ്റൊന്നൊക്കെ ആയിട്ട് ആഴ്ചയിൽ ഒരു 400 രൂപയെങ്കിലും ചിലവുണ്ട്. സത്യം പറയുകയാണെങ്കിൽ അന്നോയ വർക്കിനും പൈസ ഒന്നും കിട്ടിയില്ല. പൈസ വാങ്ങിക്കാതാണ് നിങ്ങൾ വന്നത്? പിന്നെ അച്ഛൻ്റെ കണ്ണോപ്പറേഷൻ നിങ്ങൾ ഏറ്റതോ? ഞാനിപ്പോൾ എന്ത് ചെയ്യാനാ? പറ്റിപ്പോയി. എവിടെന്നെല്ലാം കുറച്ച് കടവപ്പിക്കുക, അതേ വഴിയുള്ളൂ. കടം വാങ്ങാൻ നിങ്ങൾക്ക് ആരാ ഉള്ളേ? കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, അങ്ങോട്ട് വന്നാ പറഞ്ഞുതരാം. ദേ ഈ മരുന്ന് ഇനി എന്നും സർജറിയുടെ തലേ ദിവസം വരെ രാവിലെയും വൈകിട്ടും കണ്ണിലൊഴിക്കണം. ഏത് കണ്ണിനാ സർജറി? ആ, അപ്പൊ ഇത് ഇടത്തെ കണ്ണില് രാവിലെയും വൈകിട്ടും. പിന്നെ ഈ ടാബ്ലറ്റ്, ഈ ടാബ്ലറ്റ് വൈറ്റമിൻ ടാബ്ലറ്റാ. ദിവസവും ഓരോന്ന് വീതം കഴിക്കണം. വെള്ളിയാഴ്ച ഒരു ഉച്ചയ്ക്ക് 12:30 വരണം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഷുഗറിന്റെയാ. 200-ന് താഴെ ആയിരിക്കണം, അല്ലെങ്കിൽ ഡോക്ടർ സർജറി ചെയ്യത്തില്ല. ബാക്കി മരുന്നൊക്കെ അന്ന് നിങ്ങൾ ഇവിടെ വരുമ്പോ തരും.
ദാ, ഒരുപാട് പൈസയൊക്കെ ആയല്ലേ? കുഴപ്പമില്ല. ഇനി നിന്റെ കയ്യില് ബാക്കി എന്തെങ്കിലും ഉണ്ടോ? അത് കുഴപ്പമില്ല, ഞാൻ നോക്കിക്കോളാം അതൊക്കെ. ഓക്കെ. അതെ, രാജന്റെ പിരിവിന്റെ കാശടയ്ക്കാനാ. ഒരു 4000 രൂപ നാടാ. പോവാ. എന്തൊന്നാടോ കണ്ണു കണ്ടുകൂടെ? ഇല്ല സാർ. സാർ, ലോട്ടറി ഒരെണ്ണം എടുക്കൂ സാർ. ലോട്ടറി വേണോ? ചായ ഇവിടെ ഇവിടെ ഇവിടെ. കുടിച്ചോ. സുധാകരന്റെ കൂടെ വന്നാരാ? സർജറി കഴിഞ്ഞ ശേഷം കണ്ണിന് മറ്റു വല്ല ഇറിറ്റേഷൻ ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. ഇന്നേ ദിവസം നന്നായി സൂക്ഷിക്കണം. രാത്രി കിടക്കുമ്പോൾ സർജറി ചെയ്ത കണ്ണിന്റെ വശം തിരിഞ്ഞു കിടക്കരുത്. ഒരുപാട് TV ഒന്നും കാണരുത്. റെസ്റ്റ് എടുക്കണം. എന്നിട്ട് നാളെ കാലത്ത് 9:30 വന്നിട്ട് കെട്ടഴിക്കണം. അപ്പൊ ഈ മരുന്നൊക്കെ ഉപയോഗിക്കുന്നതിനെ പറ്റി അവര് പറഞ്ഞു തരും. പറഞ്ഞു ഓർക്കണം, TV ഒന്നും കാണരുത്. ഡോക്ടർ. ഭയമല്ല, നിന്റെ സാമീപ്യം പോലും ഞാൻ വെറുക്കുന്നു. ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാ, നിന്റെ നുണക്കഥ കേൾക്കാൻ എനിക്ക് താല്പര്യമില്ലെന്ന്. ഞാൻ ഇവിടേക്ക് വന്നു നിങ്ങളോട് ചിലത് ഹലോ രാധാകൃഷ്ണ. പറഞ്ഞു. രാമേ, മോനെ ഇതൊന്ന് എഴുതിയെടുക്ക. ഏട്ടാ, എന്തൊക്കെ വേണ്ടേ? ചേട്ടാ, പറയട്ടെ. എവിടെ നോക്കിയാടാ ഓടിക്കുന്നത്? പതുക്കെ തുറക്കണേ, പതുക്കെ. എന്തേ ചെയ്യുന്ന വെച്ചാൽ കണ്ണാടി വെച്ചേ പൊടിയടിക്കും. പിന്നെ അവർ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, തിളപ്പിച്ചാറ്റി വെള്ളം കൊണ്ടേ കണ്ണ് കഴുകാൻ പാടുള്ളൂ കേട്ടോ. എടാ, ഈ ഷർട്ടുണ്ടല്ലോ, ഇതിലെ വെള്ളം വരെ അച്ഛൻ ഇന്ന് ആദ്യമായിട്ടാ കാണുന്നത്. 2 വർഷമായിട്ട് ഇട്ടോണ്ട് നടക്കുന്നതാടാ.
എന്താണ് ഒരു ചിരി? നീ കാരണോ വന്ദന. താങ്ക്സ് ഫോർ ഹാവിങ് മൈ ബാക്ക്. അച്ഛൻ്റെ ഓപ്പറേഷൻ നടത്തിയല്ലോ, ഇപ്പോഴൊരു സമാധാനമായി. എന്താ ഒരു ചിരി? എന്തൊരു ദുരുദ്ദേശം ഉണ്ടല്ലോ. പന്തോ വള കിട്ടിയില്ലായിരുന്നെങ്കിൽ എത്രയും പെട്ടെന്ന് ഞാനത് എടുത്തു തരാം കേട്ടോ. അവനെവിടെ? അമ്മയുടെ കൂടെ. ഇവൻ ഈ ഫോൺ എടുത്ത് എവിടെ കൊണ്ട് വെച്ചിരിക്കുന്നു? ഗുളികയും തീർന്നു. ഇന്ന് രാത്രിയിലും കഴിച്ചില്ല, നാളെ രാവിലത്തേക്കും ഗുളികയില്ല. എടോ, തനിക്ക് ഇത് ആദ്യമേ പറഞ്ഞൂടെ? ഇതിലും ഭേദം ആ കറങ്ങാത്ത ഫാനാണ്. ഞാനിവിടെ ജോലിയിലാ. നീ ഒന്ന് വന്നേ. എന്താന്ന്? ഒന്ന് വന്നേ ഇങ്ങോട്ട്. ഓ, ഈ ചായ ചൂടാറി, ഇതൊന്നും ചൂടാക്കി എടുത്തോണ്ട് വരാം. അതൊന്നും വേണ്ട, നീ ഒന്ന് വന്നേ. മനുഷ്യൻ അവനെ കൂടി സാർ, ഇവിടെ ഒരു പ്രോബ്ലം ഉണ്ട് സാർ. എത്രയും പെട്ടെന്ന് ഒന്ന് ഇങ്ങോട്ട് വരണം സാർ. ഫ്രൈഡേ സർജറി കഴിഞ്ഞ പേഷ്യൻ്റാണ്, അവരുടെ ഫാമിലിയൊക്കെ വന്നിട്ടുണ്ട്. അവരോരോന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായി? ഡോക്ടറെ വിളിച്ചിട്ടുണ്ട്, ഇപ്പോൾ വരും. ഇന്ന് ഞായറാഴ്ച ഏത് ഭാഗ്യം, അല്ലാതെ വല്ല ദിവസമായിരുന്നെങ്കിൽ നാട്ട കേസായത്. സർജറിയിൽ ഒരു പ്രശ്നവും പറ്റില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് സാർ. ഇത് മറ്റെന്തോ ആണ്. സി ഡോക്ടർ, പുറത്തു നിന്ന് നോക്കുന്ന ആളുകൾക്ക് ഇതൊന്നും അറിയണ്ട. അയാളുടെ മോൻ എന്തോ സിനിമയിലോ വീഡിയോയിലോ മറ്റോ ആണ്. മറ്റാശുപത്രിക്കാരിത് അറിഞ്ഞാൽ അവരിത് മുതലെടുക്കും. ആർക്കാ നഷ്ടം? നമുക്ക്. ജനങ്ങൾക്ക് എന്താ? എല്ലാ ജംഗ്ഷനിലും കണ്ണാശുപത്രികൾ.
അവരങ്ങോട്ട് പോവും. നമ്മളിപ്പോ അതെങ്ങനെ? ഈ കാര്യം ഇവിടം വിട്ട് പുറത്തു പോകാൻ പാടില്ല സാർ. അറ്റ്ലീസ്റ്റ് നടന്ന എന്താണെന്ന് നമ്മൾ അറിയുന്നവരെയെങ്കിലും. ശരി സാർ. ആ താനിപ്പോ വാ, ഞാൻ പറയുന്നതിനൊക്കെ തലയാട്ടിയാ മതി. ശരി വാ. എടുത്തോളൂ, അങ്ങോട്ടിരിക്കാം. ഇദ്ദേഹത്തിന്റെ കാര്യത്തില് കണ്ണിലെന്തോ ഫ്ലൂയിഡ് വന്ന് അറിഞ്ഞിരിക്കുകയാണ്. അതാണ് കാഴ്ച കംപ്ലീറ്റ് ബ്ലോക്ക് ആയിരിക്കുന്നത്. അതെങ്ങനെയാ ഡോക്ടർ? അതിപ്പോ എങ്ങനെ നമുക്ക് പറയാൻ പറ്റും? ഫ്രൈഡേ 15 സർജറിയാണ് ഇവിടെ നടന്നത്. ഇദ്ദേഹത്തിന് മാത്രമാണ് പ്രശ്നം. സർജറിയുടെ പ്രശ്നമാണെങ്കിൽ എല്ലാവർക്കും വരണ്ടേ? ശരീരത്തിൽ എവിടെയെങ്കിലും എന്തെങ്കിലും കൃമികൾ ഉണ്ടെങ്കിൽ ബോഡിയിൽ ഒരു പ്രൊസീജിയർ നടക്കുമ്പോൾ അത് അവിടെ എത്താനുള്ള സാധ്യത കൂടുതലാണ്. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യണ്ടേ? നമുക്ക് ഇദ്ദേഹത്തെ ഇന്ന് ഇവിടെ അഡ്മിറ്റ് ചെയ്യാം. ഇൻഫെക്ഷൻ ആയതുകൊണ്ട് ആരും വരുവാൻ പോകുന്നും വേണ്ട, ഒറ്റയ്ക്കായിരിക്കണം. ഇൻഫെക്ഷൻ പൂർണ്ണമായി മാറുന്നത് വരെ എല്ലാ റിസ്ക്കും അവോയ്ഡ് ചെയ്യും. പിന്നെ ഫോൺ യൂസ് ചെയ്യണ്ട. ഫോൺ ചുമ്മാ നോക്കിക്കൊണ്ടിരുന്നാലും സ്ട്രെയിനാണ്. ഞങ്ങളുടെ ഒരാൾ എപ്പോഴും കൂടെ ഉണ്ടാവും. ടെൻഷൻ അടിക്കേണ്ട കാര്യമേ ഇല്ല. ഇന്ന് ആ കണ്ണിന്റെ ഫ്ലൂയിഡ് എടുത്ത് ടെസ്റ്റിന് അയക്കണം. മറ്റന്നാൾ അതിന്റെ റിസൾട്ട് കിട്ടും. ബാക്കി നമുക്ക് അപ്പോൾ നോക്കാം. ഇപ്പൊ ആളെ ഐസൊലേഷനിലേക്ക് മാറ്റാമല്ലോ അല്ലേ? വേറെ ഓപ്ഷൻ ഇല്ലല്ലോ ഡോക്ടർ. അഡ്മിറ്റ് ചെയ്യാം. കൈകൊണ്ട് തൊടല്ല അച്ഛാ. ഇനി തുറത്ത് വേണ്ട കേട്ടോ. ഇറിറ്റേഷൻ ഉണ്ടോ? ഇനി 2-3 ദിവസത്തേക്ക് ഈ തുള്ളിമരുന്ന് കണ്ണിൽ ഒഴിക്കണം. വേദന എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഇല്ല. എന്താ? അല്ല, എനിക്ക് ഒന്ന് ബാത്റൂമിൽ പോകണമായിരുന്നു, വഴിയറിയില്ല. ഫോൺ അധികം ഉപയോഗിക്കണ്ടെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. കണ്ണിനധികം സ്ട്രെയിൻ കൊടുക്കണ്ട. എന്തെങ്കിലും ഫോണിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി കേട്ടോ. എന്താച്ചാ കൈ അടങ്ങിയിരിക്കൂലേ? ഈ കയ്യിൽ പിടിച്ചിട്ടുണ്ടല്ലോ, അത് മതി. ഓ, അത്ര ഡിമാൻഡ് ആണെങ്കിൽ ഇനി എന്നെ സഹായിക്കണ്ട, ഞാൻ തന്നെ ചെയ്തോളാം എല്ലാം. സാർ, എനിക്ക് അയാളുടെ സ്വഭാവം അത്ര വെടുപ്പായിട്ട് തോന്നണില്ല. അതുകൊണ്ടാണ് ഞാൻ സാറിനോട് ചോദിക്കാന്ന് വെച്ചേ. മെയിൽ സ്റ്റാഫ് ആരെങ്കിലും? ഇത് നമ്മുടെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന പ്രശ്നമായതുകൊണ്ടാണ് വിശ്വാസമുള്ള ഒരാളെ ഇത് ഏൽപ്പിക്കാൻ പറ്റത്തുള്ളൂ. ആൻഡ് ഫോർ മീ യു ആർ ദ ബെസ്റ്റ് ചോയ്സ്. സാർ, എന്നാലും 2-3 ദിവസമൊക്കെ വീട്ടിൽ നിന്ന് മാറി നിൽക്കാന്ന് പറഞ്ഞാൽ അതും അയാളെപ്പോലെ ഒരാളുടെ ഒപ്പം. സി, അനീഷയുടെ ഓവർ ടൈമിന് ഞാൻ എന്തായാലും പേ ചെയ്യുന്നുണ്ട്. അതുപോലെ ഓക്കെ? ഓക്കെ സാർ. എടാ ഞാൻ നിങ്ങൾ തന്നെ ഒന്ന് പോയി ചോദിക്കും. നീ എങ്ങനെയെങ്കിലും ഞാൻ പറയുന്ന കേക്ക്. നീ ഞാനിപ്പോ എന്ത് ചെയ്യാനാ? ചേട്ടൻ പറഞ്ഞു ഞാൻ എന്ത് ചെയ്യാൻ? ചേട്ടൻ പറഞ്ഞു ഞാൻ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ നോക്കിയതല്ല. നിന്നോട് എത്ര തവണ പറഞ്ഞു? നീ ഒന്ന് അടങ്ങ്. ഞാൻ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്താൻ പോണേ. പ്ലീസ് പ്ലീസ് ബാ. ഇപ്പൊ നമുക്ക് ചായ കുടിക്കാം. ബാ. ഇതെല്ലാം എന്റെ ഭാര്യ അവിടെ കൈകൊണ്ടുണ്ടാക്കി കൊടുത്തു വിടുന്നതാ. ഇതിന്റെയൊക്കെ മണം അടിക്കുമ്പോഴേ അറിയാം എന്റെ ഭാര്യയുടെ കൈകൊണ്ടുണ്ടാക്കിയതാണ്. ഡോക്ടർ പുറത്തുനിന്നുള്ള ഫുഡൊന്നും കൊടുക്കണ്ടെന്നാ പറഞ്ഞത്. ഇതിപ്പോ വീട്ടിൽ നിന്നായതുകൊണ്ടാ തരാൻ സമ്മതിച്ചേ. എനിക്ക് ഈ ഹോട്ടലിലെ ഭക്ഷണം പിടിക്കൂല. അതുകൊണ്ടാ ഞാൻ പണ്ടേ സരോജത്തിനെ പൂട്ടിയത്. പ്രണയിച്ച് പൂട്ടിയ കാര്യമാണോ പറയണേ? അല്ല, ഞങ്ങളുടെ കെട്ട് കഴിഞ്ഞപ്പോഴേ അവക്ക് ജോലി കിട്ടിയതാ. ഞാൻ വിട്ടില്ല. അതെന്താ? പെണ്ണിന്റെ സ്ഥാനം എപ്പോഴും വീട്ടിനുള്ളിലാ. അവളന്ന് ജോലിക്കൊക്കെ പോയിരുന്നെങ്കിലേ എന്റെ കാര്യം ആര് നോക്കുമായിരുന്നു? അല്ലെങ്കിലും നിങ്ങളൊന്നും ഇങ്ങനെ ജോലിക്ക് പോകാൻ പാടില്ല. കുറച്ചൊക്കെ സമ്പാദിച്ചു കഴിയുമ്പോ ആണുങ്ങളുടെ തലയിൽ കയറും, പിന്നെ ആ കുടുംബം തകരും. ഞാൻ അന്ന് അങ്ങനൊക്കെ ചെയ്തതുകൊണ്ടാ ഇപ്പൊ എനിക്ക് ചോറുണ്ടാക്കി തരാൻ എന്റെ ഭാര്യ എന്റെ കൂടെ ഉള്ളത്.
വിളമ്പിക്കഴിഞ്ഞോ? ഉം. ആ പാത്രം ഇവിടെ മുമ്പ് തന്നെ ഉണ്ടല്ലോ. ഏ കഴിക്കുന്നില്ലേ? ഇതെന്ന് ശരിയാവുന്നറിയില്ല. ഉടുന്ന പാത്രം പോലും നേരെ ചൊവ്വേ കാണാൻ പറ്റത്തില്ല. ഒരു ദിവസം 6 വെച്ച് ഒരാഴ്ചത്തേക്ക് എഴുതിയിട്ടുണ്ട്. എന്ത് പറ്റിയതാ? ഒരു സർജറി ഇൻഫെക്ഷൻ ആയതാ. എന്തിനാണെന്തോ ഹൈ ഡോസ് ആണ്. കൂമ്പൊക്കെ വാടിപ്പോ. പിന്നെ ഗ്യാസിന്റെ പ്രശ്നം വരാനുള്ള സാധ്യതയൊക്കെയുണ്ട്. ഡോക്ടർ പറഞ്ഞല്ലേ? ഇതാണോ ഐറ്റം? ആ എല്ലാം കൂടി 445. എത്ര? 445. എന്തോന്നടേ? ഡോക്ടർ പറഞ്ഞല്ലേ. വേറെ വല്ലതും വേണോ? ഡോക്ടറുടെ തുണ്ടും എടുത്തോണ്ട് പോകും. ഇതാരും ഒരുമിച്ച് കഴിച്ചേക്കണേ. അതെ, ബാത്റൂം വരെ ഒന്ന് പോകാൻ വഴിയൊന്ന് കാണിച്ചു തരുമോ? എന്തോന്നിത്? ഈ വടി പിടിച്ചങ്ങ് നടന്നാ മതി, വഴി കാണിച്ചു തരാം. അത് മതി. ഓടുന്നു കിലോ കണക്കിന് പൊടി തോളിൽ ചുമന്ന മാർക്കറ്റിലൂടെ നടക്കുന്ന എന്നോടാ വടി പിടിച്ച് നടക്കാൻ. എനിക്കാരുടെയും സഹായം വേണ്ട. ഞാൻ നടന്നു അയ്യോ! നമ്മുടെ ലോകം ഒരു മാറ്റത്തിന്റെ പാതയിലാണ്. ഇന്നലെ വരെ ഉണ്ടായിരുന്ന ലോകക്രമവും വ്യവസ്ഥിതികളും ഇന്ന് മാറ്റത്തിന് ഇതൊരു നിഴൽ നാടകം പോലെ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. നമുക്കറിയാം, നമ്മുടെ ഈ മുൻകാല വർഷങ്ങളൊക്കെ കടന്നു പോകുന്നത് ഈ ലോക ഭൂപടത്തിന്റെ പുതിയ ചരിത്രം കുറിച്ചുകൊണ്ടാണ്. സുനാമി തിരമാലകളായിട്ട് ആഞ്ഞടിച്ച് അധികാരസ്ഥാനം എഴുന്നേക്ക്. ഇങ്ങനെ വല്ല ആവശ്യം വന്നാ അച്ഛൻ എന്നെ ഒന്ന് വിളിച്ചൂടെ? എന്റെ ഉള്ള ജോലിയും കൂടി നിങ്ങൾ കളയിക്കോ? എന്തിനാ ഈ കമ്പിയും പിടിപ്പിച്ച് എന്നെ ഇവിടെ ഇങ്ങനെ നടത്തിക്കാനോ? എനിക്കെന്താ പകർച്ചവ്യാധി ഉണ്ടോ? അതിനേക്കാൾ വലിയ സാധന നിങ്ങളുടെ ഉള്ളിലുള്ളത്. ഞാനെന്ന് ആദ്യത്തെ ദിവസം കൈ തന്നപ്പോ നിങ്ങൾ എന്താ കാണിച്ചേ? ആ, കാണിച്ചതിൽ എന്താ തെറ്റ്? തെറ്റില്ല. നിങ്ങൾ കാണിച്ചാൽ ഒരു തെറ്റുമില്ല. ഒരു തെറ്റുമില്ല. ആണാകുമ്പോ പെണ്ണുങ്ങളെ ചിലപ്പോ തൊട്ടെന്നിരിക്കും. ഓഹോ, നിങ്ങൾ ഏത് കാലഘട്ടത്തിലാ ജീവിക്കണേ? ഒരു പെണ്ണിനെ തൊടണമെങ്കിൽ അവളുടെ അനുവാദം ഇല്ലാതെ തൊട്ട് കഴിഞ്ഞാൽ അത് വലിയ തെറ്റ് തന്നെയാ. ഓഹോ, അടുത്ത പ്രാവശ്യം അനുവാദം വാങ്ങിച്ചിട്ട് ചെയ്യാം. ഇപ്പൊ ഈ ക്ലാസ് ഒന്ന് നിർത്തുവോ? ഞാൻ സ്വസ്ഥമായിട്ട് ഇവിടുന്ന് കിടന്നോട്ട്. ഏത് നേരത്താണോ ഈ ഹോസ്പിറ്റലിലേക്ക് തന്നെ വന്ന് കയറാൻ തോന്നിയത്? ഈ ലോകത്തെ ആണാണ്, പെണ്ണ് പെണ്ണാണ്. പെണ്ണെന്തൊക്കെ ചെയ്യുവോ അതൊക്കെ ആണുങ്ങൾ ചെയ്യും. ഒരുപക്ഷെ അതിനു മേളിലും. എന്നാലേ അച്ഛനൊന്ന് പ്രസവിച്ച് കാണിക്കും, അപ്പൊ ഞാൻ സമ്മതിക്കാം. അല്ല പിന്നെ ആണാണ് പെണ്ണ് പെണ്ണാണ്. എടാ നിന്റെ ഞാൻ അങ്ങോട്ട് വിളിക്കാം കേട്ടോ. ഞാൻ അങ്ങോട്ട് വിളിക്കാൻ. ചേട്ടാ എന്താ ഫോൺ എടുക്കാത്തെ? രാമേ നിന്നെ ഞാൻ അങ്ങോട്ട് വിളിക്കാൻ നിൽക്കുകയായിരുന്നു. എന്താ ഫോൺ എടുക്കാത്തെ? രാമേ ഞാൻ അവരെ കുറെ തവണ വിളിച്ചു, അവർ ഫോൺ എടുക്കണ്ടേ, അതുകൊണ്ടാ. ചേട്ടാ എന്ത് കോപ്പെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ വിളിച്ചൊന്ന് ഫോൺ എടുക്കാലോ. നീ ഇവിടെ അച്ഛൻ ഹോസ്പിറ്റലിൽ ഇപ്പൊ വിളിക്കുന്നത് പൈസ വെക്കാനായിരിക്കും. ഓർത്തറല്ലേ ഫോൺ എടുക്കാത്തെ? നീ അല്ലേ? അതെടുക്കല്ലേ?
ഇങ്ങ ബാ ഇങ്ങ ബാ 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 ബാ. കൈവിടാൻ അതെനിക്ക് അലമ്പുണ്ടാക്കാൻ അറിയില്ലാത്തോണ്ടല്ലോ, മനസ്സിലായോ? നിങ്ങൾ ഒറ്റ ആള് കാരണം ഞാൻ വർക്ക് എടുത്തേ. അതിന്റെ പൈസ എനിക്ക് കിട്ടിയേ പറ്റൂ. ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഏയ് ഏയ് അങ്ങോട്ട് പോലെ മോനെ. മോനെ, നീ ഞാൻ പറഞ്ഞിട്ട് പോയ വർക്കല്ലേ? നീ ക്യാഷിന്റെ കാര്യത്തിൽ അപ്പം ടെൻഷൻ അടിക്കണ്ട. അത് ഞാൻ ഇന്നോ നാളെ എങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്ത് തരാം. പോരെ? ചേട്ടാ കൈവിടരുത്. നീ പോ, ചെല്ലേ, ഞാൻ തരാം. പിടിച്ചോ പിടിച്ചോടാ. ശരി മോളെ, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. നിന്റെ അമ്മായിയപ്പൻ ഇപ്പോഴും ഹോസ്പിറ്റലിൽ തന്നെയാണോ? വന്നോ? തിരിച്ചു വന്നോ? വന്നില്ലേ? ഇല്ല. എന്ത് പറയാനാ മോളെ, മോൾക്ക് ഒരു കുഴപ്പമുണ്ടാവാത്ത രീതിയിൽ അവിടെ ഇരിക്കണമെങ്കിൽ അയാളുടെ അവിടുന്ന് മാറി താമസിക്കണം. സഹിക്കാൻ പറ്റുന്നില്ല മോളെ. ഞാൻ എൻ്റെ മോളെയൊക്കെ വിളിച്ചു പറഞ്ഞു. മോൻ പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കാന്ന്. എത്ര നാളെന്ന് വെച്ചാൽ ഇങ്ങനെ സഹിക്കുന്നത്? എല്ലാം അടക്കി പിടിച്ച് ഞാൻ ഇരിക്കുകയായിരുന്നു. നീയും സൂക്ഷിക്കണം. ഈ ലോകത്ത് എവിടെ നോക്കി പോണം? നീ ഇപ്പൊ എന്നെ വീട്ടിൽ കൊണ്ടാക്കണം. എന്ത് പറ്റി? നിന്റെ അച്ഛൻ എന്തൊക്കെ കാര്യങ്ങളാടാ നീ നിന്റെ അമ്മയും കൂടെ എന്റെ അടുത്ത് മറച്ചു വെച്ചേ? ഒന്നുമില്ല. അറിഞ്ഞു. കഴിഞ്ഞ ആഴ്ച പോലീസ് സ്റ്റേഷൻ നടന്ന എല്ലാം അറിഞ്ഞു. പുഷ്പമ്മ ചേച്ചി എല്ലാം പറഞ്ഞു. വന്ദന, നീ പറയുന്നേക്ക്. നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഇത് നീ എന്റെ അടുത്ത് മറച്ചു വെക്കാൻ കാണിച്ച മിടുക്കൊണ്ടല്ലോ റാം. സമ്മതിച്ചിരിക്കുന്നു. നാട്ടുകാരിപ്പോ എന്താ പറയണെന്ന് എനിക്കറിയോ? മോന്റെ ഭാര്യയും കൂടെ അങ്ങനെ വച്ചേക്കാണെന്ന്. അതുകൊണ്ടാ മോ പ്രതികരിക്കാത്തെന്ന്. വന്ദന, നാട്ടുകാര് പറയുന്നിട്ട് വന്ന കാലം തൊട്ട് അങ്ങനെ കണ്ണെടുത്ത കണ്ടുകൂടാ. എനിക്കിവിടെ നിൽക്കേണ്ട ഒരാവശ്യമില്ല. ഇപ്പൊ നാട്ടുകാരുടെ ചീത്ത പേരും അങ്ങേരുടെ ഈ പെണ്ണ് പഠിക്കേണ്ട ആട്ടം തുപ്പും. ഇതൊന്നും കേട്ട് നിൽക്കേണ്ട ആവശ്യമില്ല. എനിക്ക് I have taken the decision. അദ്ദേഹം എന്റെ അച്ഛനാണ്. അച്ഛനെ കുറിച്ച് സംസാരിക്കാൻ മര്യാദയ്ക്ക് വേണം സംസാരിക്കാൻ, കേട്ടോ? എന്താണ് മര്യാദ? എന്താ ഇത് കൂടെ കേട്ടോ? നമ്മളിവിടെ 3 ദിവസം മുമ്പ് ഉണ്ടായിരുന്നല്ലോ. അന്ന് ഈ ഡോറിന്റെ ഫ്രണ്ടില് നിന്റെ അച്ഛൻ സ്ഥിരമായി യൂസ് ചെയ്ത ടവൽ ഉണ്ടായിരുന്നു. എന്ന് വെച്ച് മനസ്സിലായില്ലല്ലേ? ഇവിടെ നമ്മൾ സെക്സ് ചെയ്തപ്പോ നിന്റെ അച്ഛൻ ഈ ഡോറിന്റെ ഫ്രണ്ടിൽ ഉണ്ടായിരുന്നു. എന്തിനാ അത് ആർക്കറിയാം? ചുമ്മാതാടാ മക്കളെ റാമേ. ഇങ്ങോട്ട് നോക്ക്. എടാ, എല്ലാരും പറയുന്നത് അല്ല മോനെ, അല്ല. നിന്റെ അച്ഛൻ കള്ളത്തരം പറയുന്നതാ. ഇങ്ങോട്ട് നോക്ക്. അല്ല, അങ്ങനൊന്നും അല്ലടാ. നിന്റെ അച്ഛൻ അങ്ങനൊന്നും അല്ല. ബൈജുവിനെ പോയി കണ്ടേ മതിയാവുള്ളൂ. നീ ചുമ്മാതെ പറയുകയാണെന്ന്. അല്ല, വെറുതെ പറയുന്ന. അല്ല അല്ല. നീ ഇപ്പൊ എന്നെ വീട്ടിൽ കൊണ്ടാക്കണം. നീ നിന്റെ അമ്മയും കൂടെ എന്റെ അടുത്ത് എന്തൊക്കെയാണ് മറച്ചു വെച്ചേ? രാമൻ, നീ വിഷമിക്കണ്ട. ഞാൻ പറഞ്ഞിട്ട് പോയ വർക്കല്ലേ, ഞാൻ പൈസ വാങ്ങിച്ചു തരാം. നമുക്ക് വേണ്ടത് ഒരു നല്ല ആർട്ടിസ്റ്റാണ്. ആ ആർട്ടിസ്റ്റിന്റെ ഡേറ്റ് നിങ്ങൾ ഒപ്പിക്കുമെന്നാണ് എന്റെ വിശ്വാസം. നിങ്ങൾ പോയി കാണും. നിങ്ങൾ പോയി കാണും. നിങ്ങൾ പോയി കാണും. നിങ്ങൾ പോയി കാണും.
ഇതിനകത്ത് അനുവാദം കൂടാതെ കയറാൻ പാടില്ല. ഡോക്ടറെ പെർമിഷൻ വേണം. നിങ്ങളൊന്ന് പുറത്തു പോയേ. നീ ഇതെവിടായിരുന്നടാ? ഒരു ഉടുപ്പ് പോലും മാറ്റിയിടാനില്ല. കഴിഞ്ഞ ദിവസം രാത്രി എന്റെ ബെഡ്റൂമിന്റെ വെളിയിൽ അച്ഛനുണ്ടായിരുന്നു. എടോ തന്നോടാണോ ചോദിക്കുന്നത്? ഞാനൊരു പെണ്ണി കിടന്നപ്പോ താനും ഉണ്ടായിരുന്നു. താനൊക്കെ എന്ത് മനുഷ്യനാണോ? എന്റെ അച്ഛനാണ്, എന്റെ അച്ഛനാന്നുള്ള ഒരു കാര്യം അതുകൊണ്ട് മാത്രം ഞാനും അവളും നിങ്ങളുടെ എല്ലാ ആവശ്യത്തിനും എല്ലാ തോന്നിവാസത്തിനും കൂടെ വന്നില്ലേ? പക്ഷെ എനിക്ക് കിടപ്പുറയിൽ കയറി വന്ന് ഒളിഞ്ഞു നോക്കിയിട്ട് മറക്കാൻ ദൈവത്തെ എന്നോട് ആവശ്യപ്പെട്ടു. നിങ്ങളൊന്ന് പുറത്തേക്ക് പോകുന്നുണ്ടോ? പ്ലീസ്. എല്ലാ ചെലവും ഞാൻ തീർക്കും. ഇവിടുന്ന് ഞാൻ ഞങ്ങളെ ഇറക്കും. പക്ഷെ ഇനി ആ വീട്ടിൽ ഞാനോ എന്റെ ഭാര്യയോ ഉണ്ടാവില്ല. ഇനി ഞാൻ ഞങ്ങളെ അച്ഛനൊന്ന് വിളിക്കൂല. അത്രയ്ക്ക് എനിക്ക് നിങ്ങളോട്. മാപ്പ്. എന്നാടാ മോക്ക് 1 2 അവൻ ചോദിച്ചാലും കൊടുക്കല്ലും. നീ നിന്റെ സ്വന്തം മോന്റെ കിടപ്പുറ പോയി ഒളിഞ്ഞു നോക്കുമല്ലേടാ? നീ എവിടെ പോയാലും പെണ്ണുങ്ങളെ നീ നേരെയാവുമെന്ന് ഞാൻ നോക്കട്ടെ. നീ എന്താടാ പെണ്ണുങ്ങളെ ബഹുമാനിക്കാതെ? നീ എന്താടാ വിചാരിച്ചത്? ഇതിനാണോ നിന്നെ ഞാൻ വളർത്തുന്നത്? നീ എവിടെ പോയാലും നീ പെണ്ണുങ്ങൾക്ക് ശല്യമാണ്. നീ നന്നായിരുന്നു ഞാൻ നോക്കട്ടെ. നീ അടിച്ചു നേരെയാക്കുവാൻ എന്റെ അമ്മയാണ് സത്യം. ഇല്ല ഇല്ലമ്മ, അമ്മ അമ്മ അടിക്കുന്നേ, അമ്മ അടിക്കുന്നേ. നെഞ്ചുവേനൊന്നുമില്ലല്ലോ അച്ഛാ? കുഴപ്പമൊന്നുമില്ലല്ലോ? എന്താ വേണ്ടേ? എന്താ തോന്നണേ? ഓക്കെ ആണോ? നെഞ്ചരിച്ചിലുണ്ടോ? നെഞ്ചരിച്ചിലുണ്ടോ അച്ഛാ? കുഴപ്പമില്ലല്ലോ? ഇപ്പൊ ഞാൻ പറയുന്ന സ്ഥലത്ത് നോക്കണം കേട്ടോ. നേരെ എന്റെ മുഖത്ത്. ഇങ്ങോട്ട് 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 മുഖത്ത് 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 കാണാമോ? ഇത് ഇവിടെ കാണാം. ഇതോ? ആ ഇപ്പൊ ഇവിടെ കാണാം കാണാം. ഇത് കാണാമോ? ആ അപ്പൊ ഇനിയൊന്നുമില്ല. അപ്പോൾ ഇന്ന് തന്നെ നമുക്ക് ഡിസ്ചാർജ് ചെയ്യാം. അനീഷ ഡിസ്ചാർജിനോട്ട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ചേച്ചി സുധാകരൻ, AK സുധാകരൻ ഡിസ്ചാർജ്. AK സുധാകരൻ അല്ലേ? സാർ മെഡിസിന്റെ ബില്ലെല്ലാം ഓൾറെഡി അടച്ചിട്ടുണ്ട്. ബാക്കി ഇവിടുത്തെ ബില്ലെല്ലാം വേവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സാറിനെ ഒന്നും അടയ്ക്കേണ്ട ആവശ്യമില്ല.
ഉറപ്പാണോ? അതെ സാർ, ഡിസ്ചാർജ് ആണ്. പേഷ്യന്റിനെ നിങ്ങൾക്ക് കൊണ്ടുപോകാം. താങ്ക് യു. അച്ഛാ, അച്ഛൻ ഇന്നലെ ഇവിടെ വന്ന് വേദന തന്നുപോയത് പെണ്ണല്ലായിരുന്നല്ലോ, അച്ഛൻ തന്നെ ജന്മം നൽകിയ ആണായിരുന്നില്ലേ? അവന്റെ ദേഷ്യത്തിനും കാരണം ഉണ്ടാവും. പിന്നെ ഈ ലോകത്ത് ആണും പെണ്ണും ഒക്കെ ഒന്നാ. എന്നെ പെണ്ണാന്ന് പറഞ്ഞ എൻ്റെ അച്ഛനും അമ്മയും പിടിച്ചടച്ചു വെച്ചിരുന്നതിൽ ഞാൻ ഇന്നലെ ഇവിടെ ഉണ്ടാവുമായിരുന്നോ? അതേപോലെ അനേകാരം സ്ത്രീകളുണ്ട് ഈ ലോകത്ത്. അവരൊക്കെ ആണുങ്ങളെക്കാൾ എത്രയോ മേലെയാ. ഞാൻ പോട്ടെ. ഇനിയെങ്കിലും അച്ഛൻ സ്ത്രീകളോടുള്ള ഈ മനോഭാവം ഒന്ന് മാറ്റ്. അമ്മ മനസ്സിനെ നോവിച്ചൊരോ മകൾ നീരായി പതിഞ്ഞൊരൻ തിമിരക്കണ്ണിൽ ഇത്ര നാൾ ചെയ്തൊരൻ തെറ്റുപോക്കിയിടുവാൻ ഇനിയും പിറക്കണം പുതിയ ഗംഗ. കാൽപാദമരികിൽ മാപ്പു തേടുമ്പോൾ അറിഞ്ഞു ഞാൻ ഇന്ന് കണ്ണാണ് പെണ്ണ്. അറിഞ്ഞു ഞാനിന്ന് കണ്ണാണ് പെണ്ണ്.